പ്രോബ്ലം ഉണ്ടോ സംശയമുണ്ട്. ഉണ്ടല്ലേ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. അയർലൻഡ് പൊതുവെ ഒരു ഇഷ്യൂ അതാണ്, നെറ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും. ഓ അത് പിന്നെ സാറ് പറഞ്ഞ പിന്നെ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയണ്ടാവും അതിനെ കുറിച്ചിട്ട്. സീത മാം അയർലൻഡിലാണോ അതിന്? അറിയില്ല. ഓക്കെ, അങ്ങനെ ഗസ്സിംഗ് ആണ്. ഓക്കെ ഓക്കെ, പൊതുവെ നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ഓക്കെ ആ ഓക്കെ മാം. ഹലോ, എല്ലാവർക്കും ആദ്യത്തെ ഒരു കണക്ടിവിറ്റി ഇഷ്യൂസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഇബ്രാഹിം, തൃശ്ശൂർ ജില്ലയാണ് സ്ഥലം വരുന്നത്. ഞാൻ മുന്നേ ഒരു കറൻറ്റ്ലി ഇപ്പോൾ ലൈവായിട്ട് ഒരു 6 കൊല്ലം ഇതിൽ നിൽക്കുന്ന ഞാൻ. ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ട്രേഡിങ്സ്. ഇപ്പോൾ മുന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാവട്ടെ സ്റ്റുഡൻസിന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് ജസ്റ്റ് അറിയില്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്നു. സിങ് ട്രേഡാണ് ഞാൻ എൻ്റെ പേഴ്സണലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇൻട്രാഡേ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്കിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റാത്ത കാരണം ഇൻട്രാഡേ അത്ര ഫ്ലെക്സിബിൾ അല്ലാത്ത കാരണം സിങ് ട്രേഡാണ് അധികം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓരോരുത്തർ ഡിപ്പെൻഡ്സ് ഓൺ. ഇപ്പം നിങ്ങളും ജസ്റ്റ് ഫുൾ ടൈം ട്രേഡിംഗ് ആവില്ല, ചിലപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ട്രേഡിംഗ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ എല്ലാവരും വർക്കിൻ്റെ കൂടെ തന്നെ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അതോ പ്രൊഫഷണലായിട്ട് ട്രേഡിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ അതിൽ? കൂടെ തന്നെ. ഓക്കെ, ജസ്റ്റ് അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്കാൽപ്പിംഗ് പകരം സിങ് ട്രേഡ്. ഇപ്പോൾ എന്താണ് സിങ് ട്രേഡ്, പൊസിഷണൽ ട്രേഡിങ്, സ്കാൽപ്പിംഗ് എന്താ ജസ്റ്റ് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിൽ ആരൊക്കെയാണ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ? ഇതിൽ കറൻറ്റ്ലി ലൈവിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഇതിൽ? ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ കറൻറ്റ്ലി ആൾക്കാർ ഇപ്പം ഒരുപാടായി ചെയ്തിട്ട് ഒരുപാടായി അല്ലേ. ഓക്കെ, സോബിൻ സാറ്, പുള്ളിക്കാരൻ പറഞ്ഞു, അഖിൽ ദാസ്, ആരും ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് എല്ലാവരും. നിങ്ങൾ വേറെ വർക്കിൻ്റെ ഇടയിലെ കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷമൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2-3 വർഷത്തിനുള്ളിലാണ്. ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ, ഫോറക്സ് ആവട്ടെ, ഒരുപാട് അക്കൗണ്ടുകൾ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പറയാൻ കാരണം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വോയിസ് എല്ലാവരും, എൻ്റെ വോയിസ് കറക്റ്റ് അല്ലേ? ജസ്റ്റ് ഒരു ബേസിക്സ് വരെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഈ PDF എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ജസ്റ്റ് അത് എന്താണ് ഫോറക്സ്, എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറയാം. ഇന്ന് ജസ്റ്റ് ചാർട്ടിലോട്ട് പോകുന്നില്ല, ചാർട്ട് ടെക്നിക്കൽ അനാലിസിസ് ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ് ഒരു ഫോറക്സ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് എന്താണ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ഫോറക്സ്? എന്താണ് ഫോറക്സ്? ഫോറക്സ് പറയുമ്പോൾ നമ്മൾ എല്ലാ എയർപോർട്ടിലും കണ്ടില്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊരു പേര് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഒരുപാട് അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, അപ്പോൾ നിങ്ങൾക്ക് മെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ അല്ലേ? ഇതെന്നാണ് ഫോറക്സ് എന്ന് പേര് ഉത്ഭവപ്പെട്ടിരിക്കുന്നത്. ഇതെന്നാണ് ഫോറക്സ് പേര്. ഈ ഫോറിൻ്റെ ഫോറും എക്സ്ചേഞ്ചിൻ്റെ എക്സ് കൊടുത്തിട്ടാണ് ഫോറക്സ് എന്ന് പേര് ഉത്ഭവപ്പെട്ടത് തന്നെ. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരും. ജസ്റ്റ് ഒന്ന് ഈ രണ്ടാമത്തെ PDF-ൻ്റെ അതൊന്ന് കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ഓക്കെ, വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫോറക്സ് എന്ന് പേര് ഉത്ഭവപ്പെട്ടതെന്നാണ്, ഈ ഫോറിൻ എക്സ്ചേഞ്ചിനാണ് ഫോറക്സ് എന്ന് പേര് ഉത്ഭവപ്പെട്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഫോറക്സിൽ ട്രേഡിംഗ് ആണ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കറൻസി പെയേഴ്സുകളാണ് ട്രേഡ് ചെയ്യുന്നത്. എപ്പോഴും ഓൾവേസ് 2 കറൻസീസ് ആണ്. എപ്പോഴും കറൻസി പെയറുകളാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കലും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നേ ചെറിയ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ട്രേഡിംഗ് പറയുമ്പോൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും 2 കറൻസി പെയറുകളായിരിക്കും. അപ്പോൾ എന്തായതെന്ന് ജസ്റ്റ് നെക്സ്റ്റ് PDF കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ഒരു സൈഡിലെ കറൻസി ബൈ ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നേരത്തെ പറഞ്ഞില്ലേ 2 കറൻസിയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഒരു കറൻസി നമ്മൾ മേടിക്കുമ്പോൾ അപ്പുറത്തെ കറൻസി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ 2 കറൻസിനെ വിളിക്കുന്ന പേരുകളുണ്ട്. ബേസ് കറൻസി, കോഡ് കറൻസി വിളിക്കും. അത് നെക്സ്റ്റ് PDF പോകുമ്പോൾ പറയാം. അതുപോലെ തന്നെ ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് അത് നമ്മൾ എല്ലാ ഓൾ ഓവർ വേൾഡ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ്. $7.5 ട്രില്യൺ ഇതിൽ ഡെയിലി കച്ചവടം നടക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ഒരു കാര്യത്തിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ നമ്മൾ വേറെ ഒന്നൊരു കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുക അല്ലേ. ഇപ്പോൾ ഫോറക്സിൻ്റെ ഭംഗി അറിയണമെങ്കിൽ, ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്സ് കമ്പയർ ചെയ്താൽ മതി. ഇന്ത്യൻ മാർക്കറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഫോറക്സ് മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ്. $7.5 ട്രില്യൺ ഇതിൽ എവറി ഡേ കച്ചവടം നടക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അബ്രോഡ് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ടൈമിൻ്റെ ഇഷ്യൂ കാരണം നിങ്ങൾക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ ഒരു ഓക്കെ അല്ലല്ലോ എന്തായാലും അതിൽ അല്ല. അപ്പോൾ എല്ലാവരും ഇന്ത്യൻസ് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഫോറക്സിലോട്ട്. കാരണം എല്ലാവരും തുടക്കക്കാരായിരിക്കും. അപ്പോൾ ഒരിക്കലും അവർക്ക് ട്രേഡിങ് ഫുൾ ടൈം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാർട്ടിങ് ഒരു 4 to 5 അല്ലെങ്കിൽ 3 ഇയേഴ്സിൽ ട്രേഡിംഗ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയ എമൗണ്ടിന് ചെയ്ത് പഠിക്കാനാണെങ്കിൽ അവർക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമേ പറ്റുള്ളൂ അല്ലേ. വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയം മാത്രം. അപ്പോൾ എന്തായാലും 7:30 അല്ലെങ്കിൽ 5:30 എങ്ങനെ പോയാലാവും. ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല. അത് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഫോറക്സിന് ഇത്ര അഡ്വാൻറ്റേജ് വരുന്നത്. ഫോറക്സ് 24 hours വരുന്നത്. എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഫോറക്സ് 24 hours വരുന്നത്, മൺഡേ ടു ഫ്രൈഡേ. ഇതറിയാവോ? കേട്ടിട്ടുണ്ടാവൂല്ലേ? റെസ്പോണ്ട് ചെയ്യുമ്പോൾ ലൗഡായിട്ട് പറയാൻ കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയാലോ എനിക്ക്. ഓക്കെ ഓക്കെ. ഫോറക്സ് 24 hours വരുന്നത്. അത് മൺഡേ ടു ഫ്രൈഡേ ആണ്. മൺഡേ 3:30 അല്ലെങ്കിൽ 4:30 ഓപ്പൺ ചെയ്യും. ആ സീസൺ വൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഒരു 1 hour ആക്ച്വലി. എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നൈറ്റ് 2:30 ക്ലോസ് ചെയ്യും. എല്ലാ ദിവസവും മാർക്കറ്റ് 2:30 ക്ലോസ് ചെയ്യും. അത് ഒരു 1 hour നമുക്ക് ട്രേഡ് ചെയ്യാൻ പെർമിഷൻ അതിലില്ല. ആക്ച്വലി 24 hours എന്ന് പറയുമെങ്കിലും 1 hour മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്യുന്നത് ബ്രോക്കേഴ്സ് ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ അതിൽ കൊടുക്കുന്നില്ല ഇതിൽ ആ 1 hour. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ചോദിച്ചോളൂ. ഇന്ത്യൻ ടൈമാണ് ഇപ്പം പറഞ്ഞത്, ഈ ഓപ്പൺ ആവുന്ന ടൈം? യെസ്, ഇന്ത്യൻ ടൈമാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളുടെ ഇത് പലരും പല രാജ്യമാണല്ലോ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ ടൈം സോൺസ് ഞാനൊരു PDF ആക്കിയിട്ട് അയച്ചുതരാം. നമുക്ക് ട്രേഡ്സിൻ്റെ ചാർട്ടിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അയച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് എക്സാക്ട് ആ ടൈം 2:30 in the night വരുന്നത്? അതായത് ഇങ്ങനെ US ടൈം സോണിനെ റിലേറ്റ് ചെയ്തിട്ടാണോ? അല്ല, നമുക്ക് അത് ഫോറക്സ് മാർക്കറ്റ് 4 സെക്ഷൻസാണ് ഓപ്പൺ ചെയ്യുന്നത്. സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ന്യൂയോർക്ക് ക്ലോസ് ചെയ്യേണ്ട സമയത്താണ് 2:30 ക്ലോസ് ചെയ്യുക. അതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്ത് ആ സമയം പറയാൻ കാരണം. പിന്നെ 3:30 ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ അതിൽ പിന്നെ ഓരോ സെക്ഷൻസ് എൻ്റർ ആവുക ചെയ്യുന്നത്. ഫസ്റ്റ് ഏഷ്യൻ സെക്ഷൻ എൻ്റർ ചെയ്യും, ഉച്ചയ്ക്ക് ലണ്ടൻ എൻ്റർ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്ത് ന്യൂയോർക്ക് സെക്ഷൻ എൻ്റർ ചെയ്യും. ഇങ്ങനത്തെ മാർക്കറ്റിലേക്കാണ് മാർക്കറ്റ് ഓൾ ഓവർ ന്യൂസുകൾ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോറക്സിൽ ഇത്രയും വലിയ മൂവ്മെൻറ്റ്സ് അല്ലേ കേട്ടിട്ടുണ്ടാവുന്നതല്ല. ഫോറക്സിൽ ന്യൂസിലൊക്കെ നല്ല നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വലിയ ഹ്യൂജ്. ജസ്റ്റ് എനിക്കൊക്കെ അത് ഒരു ലൈവ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊക്കെ ഒരു BTC അതുപോലെ തന്നെ എത്തേറിയം ഗോൾഡിലും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ജേണി വെറുതെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് യൂസേജ് ആവും ചിലപ്പോൾ. അപ്പോൾ അതിൽ അല്ല, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് അതിൽ. ഓക്കെ. അപ്പോൾ അതിൽ അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വൈകുന്നേരം ഈവനിങ് സമയത്ത് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് വലിയൊരു ന്യൂസ് വരാണ്ട്, വലിയൊരു ഇവൻറ്റ്, ട്രംപിൻ്റെ എന്തോ ഒരു ഇഷ്യൂസ് വരാണ്ടായിരുന്നു. മെയിൻ എല്ലാം കൂടി SL അടിച്ചാലും എനിക്ക് $220 അല്ലെങ്കിൽ $220 SL വെച്ചിട്ടുണ്ടായിരുന്നത്. 3 കൂടി SL അടിച്ചാൽ പോലും എനിക്ക് അത്ര വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജിമ്മിന് കയറി വർക്കൗട്ട് സ്റ്റാർട്ട്. ഹലോ, പറഞ്ഞു. ട്രേഡിങ് പിന്നെ ഡോളറിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ യൂറോയിലുണ്ടോ? ഇല്ല, നമുക്കത് ഡോളറിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കത് ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡോളറായിട്ട് അതിൽ ആഡ് ചെയ്യാം. നമ്മൾ ഏത് ഫണ്ട് ആഡ് ചെയ്യുമ്പോഴും അതിൽ ഡോളറായിട്ട് കയറുക. അതിൽ
ബ്രോക്കറിൽ. ഓക്കെ. ഓക്കെ, അതുപോലെ ഓക്കെ. സിസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ന്യൂസ് ട്രേഡിങ്ങിൻ്റെ എഫക്റ്റ് പറയേണ്ടതാണ്. ആ ജിമ്മിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 70 എത്ര സംതിങ് ഡോളർ ലോസ് ഉണ്ടായിരുന്നു. 80, 85, 100ൻ്റെ ബിലോ ലോസ് ഉണ്ടായിരുന്നു. 6 മണിക്ക് 6:30 6:30 ആണോ 6 o'clock കറക്റ്റ് ട്രംപിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് കാലം മുന്നേ അറിയാം, ട്രംപ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഓരോ ദിവസം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അല്ലേ, കേട്ടിട്ടൊന്നും അറിയത്തില്ല. ട്രംപിൻ്റെ എന്തെങ്കിലും ന്യൂസ് മതി, സിംഗിൾ ആ ന്യൂസ് തുടങ്ങി നെക്സ്റ്റ് മിനിറ്റിലാണ് എനിക്ക് $600 പ്രോഫിറ്റ് കാണിച്ചത്. $600 പ്രോഫിറ്റ് കാണിച്ചത്. അപ്പോൾ ഈ പ്രോഫിറ്റ് മാത്രമല്ല, അത്രയും ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് അത്രയും വലിയ ക്രാഷ് വരാനുള്ള ചാൻസ് വരാറുണ്ട് ഫോറക്സ് മാർക്കറ്റിലൊക്കെ. ഈ ഫോറക്സ് മാർക്കറ്റ് എല്ലാവരും പറയുന്നേക്കാം വലിയ മൊമെൻറ്റ് കിട്ടും, ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇതാണ് പറഞ്ഞേക്കാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു എവിടെയും വർക്ക് ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ നല്ല കഫേയിലൊക്കെ പോയിരുന്നതായിരിക്കും, അവിടെ ആൾക്കാർ പറയണേ ചെറിയ ഒരു 10, 22, 23 വയസ്സുള്ള ആൾക്കാർ വരെ ട്രേഡ് ചെയ്യണം. അപ്പോൾ അവർ പറയുമ്പോൾ ഇതിപ്പോൾ ന്യൂസ് വരും, ന്യൂസ് കിട്ടിയാൽ നമുക്ക് ബിസ് മേടിച്ചിടാം, നല്ല രീതിക്ക് അപ്സൈഡ് കയറുമെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ചോദിക്കും, ഇത് ന്യൂസ് എങ്ങാനും നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇത് എവിടെ ഇറങ്ങിപ്പോരും ചോദിച്ചാൽ അവർക്ക് പ്ലാൻ ഉണ്ടാവില്ല, അവർക്ക് അതിനെക്കുറിച്ച് പ്ലാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇത്രയും 24 hours മാർക്കറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് 4 സെക്ഷൻസ് എൻ്റർ ആവുന്നുണ്ട്. ടോക്കിയോ, സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്, അതിലേക്ക് തന്നെ ന്യൂസും എൻ്റർ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു എപ്പോഴും വലിയ ഹൈലി മൊമെൻറ്റ്സും ഈ ഫോറക്സ് മാർക്കറ്റിൽ എപ്പോഴും കാണപ്പെടും. അതുകൊണ്ട് ഇതിൽ ഏത് ടൈം വാങ്ങിച്ചാൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഏത് ടൈമാണെങ്കിലും ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ എനിക്ക് ഒരാൾക്ക് ഉച്ചയ്ക്കാണ് വർക്കിന് കയറുന്നുണ്ടെങ്കിൽ രാവിലത്തെ ഏഷ്യൻ സെക്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അല്ല, ഒരാൾക്ക് ഉച്ച വരെ വർക്കുള്ളൂ, അവിടെ നമ്മുടെ ലണ്ടൻ സെക്ഷനുണ്ട്, ന്യൂയോർക്കും ഉണ്ട്. അല്ല, ഒരാൾക്ക് മോർണിംഗ് തൊട്ടിട്ട് വൈകുന്നേരം ഈവനിങ് വരെ വർക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വൈകുന്നേരത്ത് ന്യൂയോർക്ക് സെക്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. വൈകുന്നേരത്ത് ന്യൂയോർക്കും ലണ്ടനും ഉണ്ടാവും മാർക്കറ്റ്. ഇത് രണ്ടും കൂടി നല്ല മൊമെൻറ്റ്സ് കിട്ടും. പ്രത്യേകിച്ച് USD പേഴ്സ് അതുപോലത്തെ ഗോൾഡൊക്കെ ഹൈലി മൊമെൻറ്റ്സും തരുന്നത് ആ സമയത്തായിരിക്കും. ഇതിൽ ജസ്റ്റ് റിപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൗഡായിട്ട് പറഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. ക്ലിയർ അല്ല? കേൾക്കുന്നുണ്ട്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അതുപോലെ ഇത് എവിടെ ഇരുന്നുകൊണ്ട് വെച്ച് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനാകെ വേണ്ടത് ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു ഇൻ്റർനെറ്റും മാത്രം മതി. ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ ആരെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല അല്ലേ? ഓക്കെ, ഡൺ. സിമ്പിൾ എക്സാമ്പിൾ, ഫോറക്സിൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും എന്നെ കൂടുതൽ പെട്ടെന്ന് ഇത് ക്ലിയർ ആവും. ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്ലിയർ ആക്കി തരാൻ പറ്റും. ഫോറക്സിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഞാൻ US പോവാണ് അല്ലെങ്കിൽ US നാട്ടിലോട്ട് വരികയാണ്. ഞാൻ വരുമ്പോൾ എനിക്ക് ജസ്റ്റ് പിക്ചറിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ US ജസ്റ്റ് അബ്രോഡ് വർക്കിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ കയ്യിൽ 91,000 rupees ഉണ്ട് നാട്ടിലത്തെ. അത് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ നാട്ടിലത്തെ കറൻസി നമുക്ക് ആവശ്യമുള്ളൂ, ഈ നാട്ടിലത്തെ കറൻസി നമുക്ക് ആവശ്യമില്ല അല്ലേ? അപ്പോൾ അത് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഡോളറാക്കി മാറ്റുന്നു. നമ്മൾ INR കൊടുത്തിട്ട് നമ്മൾ ഡോളറാക്കി മാറ്റി വയ്ക്കുക. അതാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഫോറക്സ് വരുന്നത്. നമ്മൾ ഒരു വേറെ കൺട്രിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ കറൻസി കൊടുത്ത് അവരുടെ ഇപ്പോൾ US ആണ് US, അല്ലെങ്കിൽ മെക്സിക്കോ ആണെങ്കിൽ മെക്സിക്കോ, യൂറോ ആണെങ്കിൽ യൂറോ അല്ലേ, ഇപ്പോൾ ന്യൂസിലാൻഡ് ആണ് ന്യൂസിലാൻഡ്, അവരുടെ കറൻസി മേടിച്ച് കയ്യിൽ വയ്ക്കുക. ഇതാണ് ഫോറക്സ് എന്ന് വിളിക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ക്ലാസിന്റെ ഇടയിൽ ആരും കയറിയിട്ടില്ലല്ലോ? ഓക്കെ, ജസ്റ്റ് പിന്നെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു PPT ആണ്. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് അല്ലേ, നമ്മളൊരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. പ്ലാൻ ടു ട്രിപ്പ് ടു USA, നമ്മൾ US ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും അവരുടെ കറൻസി വേണം അല്ലേ? നമ്മൾ ഏത് നാട്ടിലോട്ടാണ് പോകുന്നത് ആ നാട്ടിലെ കറൻസി വേണം. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് USD ആണ്, US ഡോളറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ ഒരു 1 week മുന്നേ INR കൊടുത്തിട്ട് ഞാൻ USD ആക്കി ചേഞ്ച് ചെയ്തു. എനിക്ക് 1000 USD വേണമായിരുന്നു. അപ്പോൾ അതിന് 80,000 രൂപ കൊടുത്തിട്ട് ഞാൻ 1000 USD മേടിച്ച് വെച്ചു ട്രിപ്പിന് മുന്നേ. പക്ഷേ വൺസ് അത് ട്രിപ്പ് ക്യാൻസലായി, ഒരു 2 ആഴ്ച ശേഷം ട്രിപ്പ് ക്യാൻസലായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഡോളർ നമുക്കൊരു ആവശ്യമില്ല, നമുക്ക് ഡോളറിന് യൂസേജ് ഇല്ല അല്ലേ? നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ആക്കിയാൽ പിന്നെ നമുക്ക് ഇന്ത്യൻ മണിയാണ് വേണ്ടത്.
അപ്പോൾ വീണ്ടും ബാങ്കിലോട്ട് പോയിട്ട് ഇതേ $1000 ഞാൻ തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് പറയുന്നത് 81,000 ആണ്. 81,000 രൂപയാണ് അല്ലേ? 1000 പ്രോഫിറ്റ് മാത്രമല്ല, ഇത് ജസ്റ്റ് ലോസ് വന്നേക്കാം. ഇതിൽ 1000 പ്രോഫിറ്റ് അല്ലെ? നമ്മൾ ആദ്യം 80 മേടിച്ചു, ആദ്യം $1000 80,000 കൊടുത്ത് മേടിച്ചു. അതേ $1000 തിരിച്ച് റിട്ടേൺ കൊടുത്തപ്പോൾ, എക്സ്ചേഞ്ചിൽ തിരിച്ച് റിട്ടേൺ കൊടുത്തപ്പോൾ നമുക്ക് 81,000 തിരിച്ച് കിട്ടി. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ മേടിക്കുന്ന സമയത്ത് USD റേറ്റ് 81 വിൽക്കുന്ന സമയത്ത് USD റേറ്റ് 81 ആയി അല്ലെ? ഇതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു 30% മനസ്സിലായാൽ മതി. ബാക്കി ഇതിന്റെ ഫോറക്സ് ട്രേഡിംഗ് ഒന്നും കൂടി വരുന്നുണ്ട്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ഡൗട്ട്സും ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വൈഡായി ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു പോവുക, ജസ്റ്റ് പറഞ്ഞു വിട്ടാൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടാവും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് കൃത്യമാണ്. ഇത് ബേസിക് കച്ചവടമല്ലേ? നമ്മളൊരു സാധനം മേടിച്ചു വെക്കുന്നു, കുറച്ച് നമ്മൾ വിൽക്കുന്നു, ലാഭം കിട്ടി, നഷ്ടമായി. പക്ഷെ ഇതിൽ വേറെ മെത്തേഡ് ഉണ്ട്. നമുക്ക് ഷോർട്ട് സെല്ല് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഷോർട്ട് സെല്ല്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ആരുണ്ട്? നമുക്കൊരു ഇപ്പം ലാഭം കിട്ടിയ വിൽക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ലാഭം കിട്ടും? അപ്പം അതിന്റെ ബാക്കിലാണ് നമുക്ക് ചാർട്ട് അനാലിസിസ് വരുന്നത്, ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ? ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്താണ് ഫോറക്സിന്റെ അഡ്വാൻറ്റേജ്, അല്ലെ എന്താണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജ് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റായി ബൈയിങ് ആൻഡ് സെല്ലിങ് ഓരോ സ്റ്റോക്കുകൾ, ഒരു കമ്പനിയുള്ള ഷെയർസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? സ്റ്റോക്ക് മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി നമ്മൾ ട്രേഡ് ചെയ്യുന്ന അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്കിന്റെ ഒരു കമ്പനിയുള്ള സ്റ്റോക്ക് ഷെയർസ് ആണ് അതിൽ. പക്ഷെ ഫോറക്സിലോട്ട് വരുമ്പോൾ കറൻസി പെയേഴ്സ് ആണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് കറൻസി പെയേഴ്സ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റോക്കോ ഒരു നിശ്ചിത സ്റ്റോക്ക് കമ്പനിയോ ഒന്നല്ല ചെയ്യുന്നത്, ഓരോ രണ്ട് രാജ്യങ്ങളിലെ കറൻസി പെയറുകളാണ് ട്രേഡ് ചെയ്യുന്നതിൽ. അതില് രണ്ടിലും വരുന്ന ലാഭം ഏതാ വരുന്നത്? സ്റ്റോക്കിലാണോ അല്ലെങ്കിൽ ഈ കറൻസിയിലാണോ? കറൻസി പെയർ ട്രേഡ് ചെയ്യാൻ എപ്പോഴും ബെറ്റർ ഫോറക്സ് മാർക്കറ്റാണ്. നിങ്ങൾക്ക് എപ്പോഴും ട്രേഡിംഗ് ബെറ്റർ ഫോറക്സ് മാർക്കറ്റാണ്. കാരണം ഹെവി ലിക്വിഡിറ്റി ആണിത്. ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. ഹെവി ലിക്വിഡിറ്റി ആണ് എപ്പോഴും ഫോറക്സ് മാർക്കറ്റ്. അതാണ് ഇപ്പോഴും ഇന്ത്യൻസ് ഇതിൽ ഇപ്പോഴും പിന്നോക്ക് നിൽക്കാൻ കാരണം വെച്ചാൽ ഇവർക്ക് ഇപ്പോഴും ഒരു ലീഗലായിട്ടുള്ള ഒരു ബ്രോക്കർ ഇതിനില്ല, ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് ബ്രോക്കേഴ്സ് ഇല്ല. ആകെ ഫണ്ട് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഫണ്ട് അക്കൗണ്ട് കേട്ടിട്ടുണ്ടോ? ട്രേഡ് ചെയ്യാൻ ഫണ്ട് ഇല്ലാത്തവർക്ക് ഒരു ഫണ്ട് പ്രൊവൈഡ്, ഒരു എക്സാം പോലെ ഒരു എക്സാം ഉണ്ടാവും. എക്സാം മീൻസ് നമ്മൾ എഴുത്ത് പരീക്ഷ എന്നല്ല, ട്രേഡിങ്ങിൻ്റെ ഒരു പരീക്ഷ ഉണ്ടാവും. ഇപ്പോൾ ഒരു $5,000 കൊടുത്തിട്ട് അതിൽ ഇത്ര ശതമാനം ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു $5,000 10K വെർത്തായിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ തരും. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് കുറച്ച് ഫണ്ട് ഉണ്ട്, ഇപ്പോൾ സാറ് ഒരാൾക്ക് കൊടുക്കുകയാണ്, എൻ്റെ ഒരു 10 lakhൻ്റെ അക്കൗണ്ട് നീ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അല്ലേ? നമ്മൾ ഒരാളെ ബ്ലൈൻഡ്ലി വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ അവൻ്റെ സ്കിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, പറ്റില്ലോ. അപ്പോൾ അവനെ കൊണ്ട് ഒരു എക്സാം എഴുതിക്കുക. $100 അല്ലെങ്കിൽ $200 അക്കൗണ്ട് കൊടുത്തിട്ട് അതിൽ പറയുകയാണ് $200 10% നീ കയറ്റി കഴിഞ്ഞാൽ, 10% ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, റിസ്ക് മാനേജ്മെന്റ് ചെയ്തിട്ട് വെറുതെ ട്രേഡ് ചെയ്തിട്ടില്ല, ഓരോ റിസ്ക് എടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു 5% കൂടുതൽ താഴത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ 10% വിൻ ചെയ്യും വേണം ഇത്ര മാസം കൊണ്ട്. അങ്ങനെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷത്തിന് വെറുത്തായുള്ള ഒരു അക്കൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ അവർ തരും. അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിന്റെ 80-20 വരിക. ട്രേഡ് ചെയ്യുന്ന ആൾക്ക് 80 കിട്ടും, ഫണ്ട് തരുന്ന ആൾക്ക് 20 കൊടുക്കും. അങ്ങനെയാണ് ഫണ്ട് അക്കൗണ്ട്സ് വരുന്നത്. ഈ ഫണ്ടഡ് അക്കൗണ്ട് ഡെമോ അക്കൗണ്ടാ? ശരി, ഡെമോ അക്കൗണ്ട്. അത് ചിലതിൽ നമുക്ക് ഇൻസ്റ്റന്റ് അക്കൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഡെമോ അക്കൗണ്ടാണ് വരുന്നത്. ഈ ലോസ് ആണ് ഇവർക്ക് പ്രോഫിറ്റ് ആയി വരുന്നത് അല്ല. നമ്മൾ ആ ഫണ്ട് അക്കൗണ്ടിന് ഒരു എമൗണ്ട് കിട്ടി വെക്കണം. നമ്മൾ എല്ലാ എക്സാമിനും ഒരു എമൗണ്ട് കിട്ടി വെക്കില്ലേ? അപ്പോൾ ഇതിൽ 5K 7K 8K അങ്ങനെ ഓരോ നിശ്ചിത എമൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ FTMOനൊക്കെ 7,500 വരുന്നുണ്ട്. ആ എമൗണ്ട് കിട്ടി വെക്കണം. നമ്മൾ ഈ എക്സാം പാസ്സായി മാത്രമേ അക്കൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം അക്കൗണ്ട് കിട്ടൂല. അതുപോലെ നമ്മുടെ എമൗണ്ട് തിരിച്ചു കിട്ടില്ല. നമുക്ക് അടുത്ത എക്സാം എഴുതണം. ക്ലിയർ അല്ലേ? അത് റിസ്ക് ആണ്. റിസ്ക് എന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ ചാർട്ട് അനാലിസിസ് കാരണം വരുമ്പോൾ ജസ്റ്റ് മനസ്സിലാവും. റിസ്ക് ആണെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ഇപ്പോൾ ഫോറക്സിൽ അടുത്തൊരു നെഗറ്റീവ്, നമുക്ക് ആ ടോപ്പിക്ക് എത്തിയിട്ടില്ല, എന്നാലും ജസ്റ്റ് വെറുതെ പറയാം. റിയൽ എമൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഒന്നുമായിരിക്കും. നമുക്ക് ഫണ്ട് വീണ്ടും പ്രീപെയ്ഡ് വിളിച്ചാൽ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു $1,000 അക്കൗണ്ടിൽ ഒരു സാറിന് ഒരു $900 ലോസ് ഒന്നുമായിരിക്കും, $900 ലോസ് ഒന്നുമായിരിക്കും. സാറിന് അടുത്ത 1,000 വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും.
അത് ക്ലിയർ ആയോ? ഓക്കെ ഒന്നൊരു മരം ഇപ്പൊ നമ്മള് ഫണ്ട് അക്കൗണ്ടിൽ $10,000 അക്കൗണ്ടിൽ 5% റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 8% റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. 8% കൂടുതൽ ലോസ് വന്നാൽ അവർ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവർ എടുത്ത് കളയും. അപ്പോൾ പിന്നെ അക്കൗണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിയൽ എമൗണ്ട് നമ്മൾ റിയൽ മണി വിചാരിക്കും, ഇപ്പം നമ്മൾ ഫണ്ട് അക്കൗണ്ട് എടുത്തില്ല, പകരം റിയൽ മണി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു $1,000 ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. ഗോൾഡോ അല്ലെങ്കിൽ വേറെ ഏത് പേരെടുത്തിട്ട് $950 ലോസ് വന്നു. ഓൾറെഡി നമ്മൾ $950 ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ട്രേഡിങ് എൻ്റയർലി തെറ്റാണ്. ഒരിക്കലും $1,000 അക്കൗണ്ടിൽ $950 ലോസ് വരാൻ പാടില്ല. ആ $950 ലോസ് വന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ അടുത്തൊരു 1000 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അടുത്ത വീണ്ടും $1000 ആഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അത് റിയൽ മണിയാണ്, നമുക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ അതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് കൂടി പറയട്ടെ, എന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കൂടി പറയട്ടെ, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. ഞാൻ മുന്നേ വർക്ക് ചെയ്ത് കൊടുത്ത് ഒരു അത്യാവശ്യം നല്ല ഏജ് ഉള്ളൊരു പുള്ളി വന്നു. പുള്ളിയുടെ പേര് കൃഷ്ണകുമാറോ രഞ്ജിത്താണ് പുള്ളിയുടെ പേര്. പുള്ളിയും വൈഫും കൂടി വന്നിരുന്നത്. പുള്ളിക്ക് ജസ്റ്റ് പുള്ളി നമുക്ക് ജസ്റ്റ് ഒരു ഫോറക്സിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നത്. അവർ ജസ്റ്റ് ആദ്യം എൻ്റെ സാറ് പറഞ്ഞു ജസ്റ്റ് ഇൻട്രോ കൊടുക്ക്, ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരന് നമ്മൾ എന്ത് പറയുമ്പോഴും എന്നാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ ചോദ്യം, എന്നാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പുള്ളിയുടെ ചോദ്യം വരുന്നത്. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമുക്കറിയാം. നമ്മൾ ഇത്ര കൊല്ലമായിട്ട് നിൽക്കണമാണല്ലോ, നമുക്കറിയാൻ പറ്റും. ഒന്നല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ട്രേഡ് ചെയ്ത് ലോസ് വന്നിട്ടുണ്ടാവും, അല്ലാത്ത ഒരാളങ്ങനെ ചോദിക്കില്ല. ഇപ്പം ചോദിച്ചാൽ സാറ് എന്താ സാറ് മുന്നേ എന്തിൽ ട്രേഡ് ചെയ്ത് ലോസ് വന്നിട്ടുണ്ടോ ജസ്റ്റ് പുള്ളി ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എവിടെ നിന്നൊക്കെ എന്തോ ഗൾഫ് ബേസ്ഡ് എന്തോ കമ്പനിയിൽ നിന്ന് സിഗ്നൽസ് വഴി ട്രേഡ് എടുത്തിട്ട് പുള്ളിക്ക് ലോസ് ഉണ്ട്. ദിർഹംസ് ബേസിലാണ് പുള്ളിക്ക് ലോസ് ഉള്ളത്. അത് റിയൽ മണി ആണെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് അക്കൗണ്ട് ആണെങ്കിൽ പുള്ളിക്ക് ഒരിക്കലും ഒരു വലിയ എമൗണ്ട് ലോസോട്ട് പോകില്ല. നമ്മളൊരു $1,000 അക്കൗണ്ട് അതിൽ വേണ്ട ഒരു $50,000 അക്കൗണ്ടിൽ $1,000 ലോസ് വന്നാൽ, അല്ലെങ്കിൽ $50,000 അക്കൗണ്ട് നമുക്ക് മേടിക്കാൻ ചിലപ്പോൾ ഒരു 1 lakh 2 lakh rupees ആവും നമുക്ക് വന്നേക്കാം. ആ അക്കൗണ്ട് പാസ്സായില്ലെങ്കിൽ തന്നെ 2 ലക്ഷം പോകുള്ളൂ. അതിലേക്ക് നമുക്ക് വീണ്ടും ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലില്ല. വീണ്ടും അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ റിയൽ അക്കൗണ്ടിൽ പുള്ളിക്കാരൻ എത്ര $5,000 എത്ര സ്റ്റാർട്ട് ചെയ്താണ്, അത് 10,000 ആണ്. പുള്ളിക്ക് എത്ര ലോസ് ഉണ്ട് അറിയില്ല. 2 മാസം മുന്നേ പുള്ളിക്കാരൻ പരിചയപ്പെട്ടതിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എത്ര ലോസ് ഉണ്ടാവുന്നതിൽ. റിയൽ മണിയിൽ ട്രേഡിങ് ഒന്നും അറിയാത്ത ട്രേഡ് ചെയ്ത ഒരാളാണിത്. അത്യാവശ്യം ഗൾഫിൽ അത്യാവശ്യം നല്ലൊരു 10-40 വയസ്സിന് എബോവ് ആൾക്ക് പ്രായം ഉണ്ടായില്ല. എത്ര ലോസ് ഉണ്ടാവും പുള്ളിക്ക് ഗസ് ചെയ്ത വെറുതെ? 25,000 ലോസ് ഉണ്ടാവും. 25,000 നമുക്ക് സിമ്പിളായിട്ട് റിക്കവർ ആക്കാം. നമുക്ക് ഫോറക്സിലൊക്കെ അതൊരു 1-2 ട്രേഡ് മതി. നല്ല ട്രേഡ്സ് 1-2 കിട്ടിയാൽ മതി, നമുക്ക് സുഖമായിട്ട് റിക്കവർ ആക്കാൻ പറ്റും. പുള്ളിക്ക് 29 lakh പുള്ളിക്ക് ലോസ് ഉണ്ടായില്ല. ഞാൻ 1000 ഉദ്ദേശിച്ചത് യൂറോ കേട്ടോ. സോറി, ഓക്കെ. പുള്ളിക്ക് 29 lakhs പുള്ളിക്ക് ലോസ് ഉണ്ടായില്ല. അപ്പം ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ ഓഫീസിൽ ഞാൻ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. എന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാർ ഇവർ റിട്ടയർഡ് ഫണ്ട് എടുത്ത് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇവർക്ക് റിട്ടയർഡ് ഫണ്ട് ഒരു വലിയ ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ അല്ലേ, എന്തായാലും ലാക്കുകൾ ഉണ്ടാവും. ഇവർ നേരെ ഡയറക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഇമോഷൻസ് ഇപ്പോൾ ട്രേഡിങ്ങിൽ ഇപ്പോൾ 80% മൈൻഡ് സെറ്റും ബാക്കി 20% പഠിത്തം വരുന്നത്. ഇപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ എമൗണ്ട് മൊത്തം ലോസാണ്. പുള്ളിക്കാരൻ അത് ഇനി എങ്ങനെ നോക്കിയാലും പുള്ളിക്കാരൻ പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഗോൾഡ് 2000 നിൽക്കുമ്പോൾ സെല്ലും 4350 നിൽക്കുമ്പോൾ പുള്ളി ബൈ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ഹെഡ്ജിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലും പുള്ളിക്ക് 29 lakhs അതിന് എബോ പുള്ളിക്ക് എന്താ ലോസ് വരില്ല. എന്നാൽ ലോസ് കുറയോ അതുമില്ല. ഞാൻ പറഞ്ഞു സാറ് ഒന്നല്ലെങ്കിൽ എമൗണ്ട് 29 lakhs മറക്കാന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ എമൗണ്ട് പുള്ളി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. വൈഫ് പുറത്തിരുന്ന് സംസാരിക്കുക വെച്ചാൽ ഒരു പിടുത്തം തരാൻ സംസാരിച്ചില്ല. അവർ ജോയിൻ ചെയ്തൊന്നുമില്ല. നമുക്ക് എന്താ പറഞ്ഞു ജസ്റ്റ് എന്തായാലും ട്രേഡ് നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യില്ല. അവർ അഗ്രസീവായി ട്രേഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താലും അല്ലേ. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഓൾറെഡി ട്രേഡ് ഷെയർ ചെയ്യുന്നുണ്ട്, അവിടെ ഇതിൽ ട്രേഡ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ അജണ്ട തന്നെ കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ ട്രേഡിങ് പഠിക്കാന്നല്ല, ആ വന്ന ലോസ് റിക്കവർ ആക്കാന്ന് മാത്രമാണ്. ഒരിക്കലും ട്രേഡിങ്ങിൽ പോസിബിൾ അല്ല. നമ്മൾ മുന്നത്തെ ലോസ് റിക്കവർ ആക്കാൻ ട്രേഡ് ചെയ്യാതിരുന്നതിനാൽ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ വെച്ചാൽ ഓക്കെയാണ്. ട്രേഡിങ് ചാർട്ടിനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിനായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവത്തേ ഉള്ളൂ. അതിൽ ആരാണ് എന്താ സംഗതി? അല്ല, ഞാൻ ഉദ്ദേശിച്ച പൈസ റെഡിയാണ്. ഞാൻ പറഞ്ഞ 25ന്റെ മുകളിൽ വരും, 25 lakhന്റെ മുകളിൽ വരും. 25,000 യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 26 lakhന്റെ അടുത്ത് വരും. 26 lakh ഓക്കെ, കറക്റ്റ് ആണ്. അതിന്റെ അടുത്തേക്ക്
അത് നമുക്ക് പറഞ്ഞത് എപ്പോഴും അത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്കാണ്. നമ്മൾ ഒരു വലിയൊരു ഇതിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ. ഇപ്പോൾ ഞാനൊക്കെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം. ജസ്റ്റ് എന്തായാലും ടോപ്പിക് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കാം അല്ല നല്ലത്. ഓക്കെ, തിരക്കൊന്നുമില്ല. വർക്കിന് പോകാൻ നിൽക്കുന്ന ആരുമില്ലല്ലോ. ഞാൻ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, സോറി. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ് ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ പണിയുണ്ട്. ഓക്കെ ഡൺ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഞാൻ പെട്ടെന്ന് ടോപ്പിക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഫോറക്സ് ട്രേഡിങ് മനസ്സിലായില്ലേ? നമ്മൾ ഒരു കറൻസി കൊടുത്തുകൊണ്ട് വേറെ കറൻസി മേടിക്കുക അല്ലേ. അതിലത്തെ വേരിയേഷനിൽ വരുന്ന പ്രോഫിറ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. അതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ ഫോറക്സ് മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിഫറൻസ് പറഞ്ഞിരുന്നു. അതുപോലെ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കത് ഇത്ര ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻസിന് ഫോറക്സ് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോറക്സ് ഫ്രോഡാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇല്ലല്ലേ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻസ് ഇവിടെ മെയിൻ എല്ലാവരും ഇഷ്യൂ ബാങ്കിലെ സ്റ്റാഫുകൾ ഇങ്ങനെ പറയുന്നത് ഫോറക്സ് ക്രിപ്റ്റോ ഇല്ലീഗലാണ്. പക്ഷേ ക്രിപ്റ്റോ ലീഗലാണ് ഇവിടെ. ഇപ്പോൾ ക്രിപ്റ്റോ ലീഗൽ നമുക്ക് ഇന്ത്യയിൽ അതിന് പറ്റിയൊരു ലീഗലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരണം, അതിനുണ്ട്. ക്രിപ്റ്റോ ലീഗലാക്കി ഫോറക്സും ഇപ്പോൾ വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ ലീഗലാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ നല്ല മീറ്റിംഗ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അല്ല, ക്രിപ്റ്റോ എപ്പോഴും ലീഗലായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ബാങ്കുകളൊന്നും അംഗീകരിച്ചില്ലല്ലോ. ബാങ്കുകൾ അംഗീകരിച്ചു, പക്ഷേ ഒരു അതോറിറ്റി സെബി അംഗീകരിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പ്രോഫിറ്റിന് 30% ടാക്സും വരുന്നുണ്ട്. അതിന് ക്രിപ്റ്റോ വരുന്നുണ്ട്. ഫോറക്സ് ഡീസെൻട്രലൈസ്ഡ് പറയുമ്പോൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർക്ക് ഒരു ഫിസിക്കൽ ഓഫീസ് അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് അവർക്ക് ഒരു സെബി ആവട്ടെ, നമ്മുടെ റെഗുലേറ്ററി ബോർഡ് ആവട്ടെ, എക്സ്ചേഞ്ചുകളാവട്ടെ, ഇതിനെല്ലാത്തിനും ഒരു ഫിസിക്കൽ ഓഫീസ് ഉണ്ട്. ഫോറക്സിന് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവർക്ക് ഫുൾ ഇത് ഇലക്ട്രോണിക് വഴി ഒരു ഇൻ്റർനെറ്റ് ത്രൂ ആണ് എല്ലാ കച്ചവടം നടക്കുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഫുൾ ഇൻ്റർനെറ്റ് ത്രൂ നടക്കുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റെഗുലേറ്ററി ബോർഡ് അതിനില്ല. ഇതിന് മൊത്തം റെഗുലേറ്റ് വേണ്ടിയിട്ട് ഒരു ബോർഡ് അതിനില്ല. അതാണ് ഇവർ ഫോറക്സ് സ്കാം. ഫോറക്സിൻ്റെ ബ്രോക്കേഴ്സിനെ അല്ലെ ബ്രോക്കേഴ്സിൽ ഫണ്ട് ആഡ് ചെയ്തിട്ട് വിഡ്രോൾസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. വിഡ്രോ ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ചില ട്രേഡ്സ് SL അടിക്കാതെ ഇറങ്ങി പോയി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ഒരു റെഗുലേറ്ററി ബോർഡ് അവർക്കില്ല. അതാണ്. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, ഒരു ഫിസിക്കലായിട്ട് ഒരു ഓഫീസ് ഇവർക്ക് കറൻറ്റ്ലി ഇതുവരെ ഇല്ല. ഇതുകൊണ്ടൊക്കെയാണ് ഫോറക്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഫോറക്സ് ഇല്ലീഗൽ എന്ന് പറയാൻ കാരണം. ബെസ്റ്റ് എക്സാമ്പിൾ OLX പ്ലാറ്റ്ഫോം അറിയാമല്ലോ. OLX അല്ലേ, ഇത് സംഗതി നമ്മുടെ ഇന്ത്യയിലുണ്ട്, ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ ഇതിൽ ചെയ്യുന്ന എന്താ, നമ്മളായിട്ടാണ് ബയ്യർമാരെ സെല്ലേഴ്സിനെ നമ്മളായിട്ട് കണ്ടുപിടിച്ച് നമുക്ക് കച്ചവടം നടത്തുകയാണ് അല്ലേ. ഇതിൽ വന്ന് ഇപ്പോൾ ഞാൻ ആരെയും പറ്റിച്ചു അല്ലെങ്കിൽ ആരും എന്നെ പറ്റിച്ചു, ഇതിന്റെ കംപ്ലൈന്റ് നമുക്ക് എവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് വൈറ്റ് പേപ്പറിൽ എഴുതി വയ്ക്കും അവർ, എന്നൊരു കംപ്ലൈന്റ് എഴുതി വയ്ക്കും. പക്ഷെ യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഫോറക്സും വരുന്നത് അല്ലേ. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോർഡില്ല. OLXന് പ്രത്യേകിച്ച് ഓഫീസൊന്നുമില്ല. ഓൺലി കോൾ ത്രൂ ആണ് എല്ലാ കാര്യം ചെയ്യുന്നവർ. ഓക്കെ ആണത്. ഇതുവരെ എന്ത് ഡൗട്ട്സും ചോദിച്ചാട്ടോ. ഇതുവരെ ഇത്രയും 3 ടോപ്പിക് 4 PDF കവർ ചെയ്ത് നമ്മൾ എന്ത് ടോപ്പിക്സും പറയാം, ചോദിച്ചോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോറക്സ് ട്രേഡിംഗ് എന്താണോ, അല്ലെങ്കിൽ ഫോറക്സ് മനസ്സിലാവാത്ത ആൾക്കാരോ, അല്ലെങ്കിൽ ഫോറക്സിൻ്റെ ഇതിന് ടൈമിൻ്റെ ഡ്യൂറേഷൻസോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സ് തമ്മിലുള്ള ഡിഫറൻസ്, അഡ്വാൻറ്റേജസ് എന്താ, അതൊക്കെ ജസ്റ്റ് മനസ്സിലായില്ലേ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും ഹാക്ക് ചെയ്യപ്പെടും അങ്ങനെയൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല നമ്മുടെ അതൊന്നുമില്ല. അതൊക്കെ ആ ഇഷ്യൂസ് ഒന്നും ഇല്ല, ഇതിനില്ല. ഇത്രേ ഉള്ളൂ. നമ്മൾ ചില ബ്രോക്കേഴ്സിൽ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോൾസിന് ഇഷ്യൂസ് വരും. ഇപ്പോൾ എനിക്കൊരു കറൻറ്റ്ലി ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫോറക്സിൻ്റെ ബ്രോക്കറിൻ്റെ പേരും പറയുന്നില്ല. ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആവണമെന്നില്ലല്ലോ. പേരും പറയുന്നില്ല. വലിയൊരു എമൗണ്ട് അതിൽ ലോക്കായി കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് ആ ബ്രോക്കറിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറഞ്ഞേക്കുന്നുണ്ട്. അല്ല, അങ്ങനെ പറയണ്ടെങ്കിൽ ആ പേര് പറയണം. ഞങ്ങൾ അല്ല നിങ്ങൾ എന്തായാലും ട്രേഡ് ചെയ്യാത്ത ആൾക്കാരല്ലേ, ഞാൻ പേര് പറയാം. പക്ഷെ എന്തായാലും നമ്മൾ എന്തായാലും പ്രിഫർ ചെയ്യുമ്പോൾ അത്ര നല്ല ബ്രോക്കറായിട്ട് പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂസ് വരില്ല സാർ. എന്താ അറിയോ, നിങ്ങൾ ഓൾറെഡി ഈ ഫോറക്സ് ഏറ്റവും നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. കാരണം പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും ട്രസ്റ്റ് വർത്തിയുള്ള ബ്രോക്കേഴ്സ് ഇതിലുണ്ട്. അതാണ് അബ്രോഡിലുള്ള എല്ലാ ആൾക്കാരും നല്ല വലിയൊരു ബെനിഫിറ്റ്. ഇന്ത്യയിൽ അത്ര നല്ല ട്രസ്റ്റ് വർത്തിലുള്ള ബ്രോക്കർമാരില്ല എന്ന് പറഞ്ഞേക്കുന്നത്. എന്നാലും ഉണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാതെ ബെറ്റർ ആയി വരുന്നുണ്ട്. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൽ പ്രശ്നമില്ല ഇതിന്. യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന യൂറോപ്പിൽ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആർക്കും ഇതിന് ഇഷ്യൂസ് ഇല്ല. കാരണം അവിടെ ഒരുപാട് നല്ല നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്, ഒരു ഇഷ്യൂസ് ഇല്ലാത്തത്. അതാണ് പറയുന്നത്.
അത് ജസ്റ്റ് പറഞ്ഞു, നമുക്ക് വൈൻഡപ്പ് സെക്ഷനിൽ പറഞ്ഞുതരാം. നമുക്ക് ക്ലാസിന്റെ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് സെക്ഷൻ വരുമല്ലോ, അന്ന് പറയാം നമുക്ക്. അത് ഒരുപാട് കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യുന്നത് നമ്മൾ. അത് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഭാവിയിൽ നിങ്ങൾക്ക് അത് ആവശ്യം വരും. ചിലപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ടിൽ ട്രേഡിങ്, ഒരു അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സിംഗ് ട്രേഡ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 2 ബ്രോക്കറിന്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യം വരും. ഈ ക്യാഷിന് നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ അത് ബാങ്കിലേക്ക് വരുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം? സാറ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നതിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് സാറ് ആലോചിച്ചാൽ മതി, വെറിഡായാൽ മതി. സാറ് പുറത്തുനിന്ന് സാർ എന്തും ചെയ്യാം. എല്ലാ അബ്രോഡ്, യൂറോപ്പിലാവട്ടെ അബ്രോഡിലാവട്ടെ ഗൾഫ് കൺട്രീസ് ആവട്ടെ, ഫോറക്സ് ലീഗലുമാണ്, അതുപോലെ തന്നെ ടാക്സും ഇല്ല അവിടെ, നോ ടാക്സും ആണ് അതിന്. ഫിസിക്കൽ ലൊക്കേഷൻസ് ഇല്ല എന്ന് പറയുന്നില്ലേ? ഇപ്പൊ നമ്മൾ സ്റ്റോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും, അതുപോലെ ബ്രോക്കേഴ്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ബ്രോക്കേഴ്സ് എവിടെ നിന്നാണ് അവര് എടുക്കുന്നത്? ഫോറക്സിലോ? ഇപ്പോ കൺട്രി ടു കൺട്രി ട്രാൻസാക്ഷൻസ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഈ ബ്രോക്കേഴ്സിന് നമ്മൾ മേടിക്കുന്നില്ലേ അവര്? അപ്പം അവരൊരു ലോട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ലോട്ടിൽ നിന്നല്ലേ നമ്മൾ മേടിക്കുന്നേ? അതെ അതെ, അവര് എക്സ്ചേഞ്ചുകളിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലും വേറെ ചെറിയ ഫ്രോഡ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. പറയാം, അവർ എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് ഒരു അതിന്റെ ക്വാണ്ടിറ്റി മേടിക്കുന്നുണ്ടാവും അവർ. അപ്പോൾ നമുക്ക് തന്നെ ഏഷ്യൻ ഇത് ലണ്ടൻ എക്സ്ചേഞ്ച് വരുന്നുണ്ട്, ന്യൂയോർക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിഡ്നി, ടോക്കിയോ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ, നമ്മൾ ബ്രോക്കറിൽ ട്രേഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ എക്സ്ചേഞ്ചിലേക്ക് പോവുക. ഇപ്പോൾ ഈ മോർണിംഗ് ഏത് സമയമാണ് ഏത് എക്സ്ചേഞ്ചാണ് ഓപ്പൺ, ആ എക്സ്ചേഞ്ചിലോട്ടാണ് നമ്മുടെ ഓർഡർ പ്ലേസ് ആവുക. ചില ബ്രോക്കേഴ്സ് ആ എക്സ്ചേഞ്ചിലോട്ട് നമ്മുടെ ഓർഡർ വിടില്ല. അത് ആരുടെ ഓർഡേഴ്സ് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ലോസ് വരുത്തുന്ന ആൾക്കാരില്ലേ ട്രേഡിങ്ങിൽ, അവരുടെ ഓർഡേഴ്സ് ഒന്നും ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ചിലോട്ട് വിടില്ല. ആ ഓർഡേഴ്സൊക്കെ കാരണം ഇവർ ട്രേഡിൽ ലോസാണ് വരുന്നത് അറിയാം അല്ലേ. അപ്പോൾ ഈ ലോസൊക്കെ ബ്രോക്കർമാരുടെ പ്രോഫിറ്റാണ്. അത് വേറെ കുറേ മെത്തേഡ് ഉണ്ട്, അതിൻ്റെ ക്ലാസ് എടുത്തരാം എന്തായാലും. ഓക്കെ, അത് ഈ സാറ് ചോദ്യമില്ലേ, ഇപ്പോൾ ബ്രോക്കേഴ്സിന് എവിടെ നിന്നാണ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് എക്സ്ചേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഓർഡർ പ്ലേസ് ആവുക. നല്ല ബ്രോക്കേഴ്സിൽ കേട്ടോ, നല്ല ബ്രോക്കേഴ്സിൽ ഡയറക്റ്റ് അങ്ങനെ വരുന്നത്. ഇപ്പൊ നമ്മള് നാട്ടിലാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അങ്ങനെയാണെങ്കിലും നമുക്ക് അവരൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവിടെ മുമ്പൊക്കെ ആണെങ്കിൽ സ്റ്റോക്സിന്റെ പേപ്പർ ഉണ്ടാവുമായിരുന്നില്ലേ? ഇതുപോലെ ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഇതിൽ നമുക്കിപ്പം ബ്രോക്കറിന്റെ അടുത്ത് മാത്രമാണോ നമ്മുടെ വിസിബിലിറ്റി പോകുന്നത്? എക്സ്ചേഞ്ചിലോട്ട് പോകുമോ? ആര് വാങ്ങി അതുപോലെ ഒരു ഓഡിറ്റ് ട്രയൽ ഉണ്ടാവോ? ഇല്ല, അതൊന്നും ഇതിനില്ല. ഇത് ഡയറക്റ്റ് എക്സ്ചേഞ്ചിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ എന്നാൽ പൊതുവെ ഇത് അത്ര ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. ഫോറക്സിൽ അങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ കേസിലാണ് ബ്രോക്കേഴ്സിൻ്റെ ഇഷ്യൂ മാത്രമേ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂസ് എക്സ്ചേഞ്ചുകളിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാമോ എന്തെങ്കിലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇതിൽ. എക്സ്ചേഞ്ചിലോട്ട് യൂസറിന്റെ ട്രേഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ ബ്രോക്കറിന് ഈസി ആയിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുന്നേ. മനസ്സിലായല്ലോ എന്നോട് പറയാം. എക്സ്ചേഞ്ചിലോട്ട് ആര് വാങ്ങി എന്നൊരു ട്രേഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ ബ്രോക്കറിന് ഏത് യൂസർ വാങ്ങി ആ ഒരു ഇൻഫർമേഷൻ വാങ്ങിക്കാതെ ലോസ് മേക്ക് ചെയ്യുന്നത് മുകളിലോട്ട് വിടാതെ ഹോൾഡ് ചെയ്ത് അവർ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത്. അതെ, പക്ഷെ അത് ഏറ്റവും അങ്ങനല്ല. ഒരു ബ്രോക്കർ കണ്ടിന്യൂസ് ഇപ്പം എല്ലാ ബ്രോക്കേഴ്സും ചെയ്യണമെന്നുണ്ടാവില്ല അല്ലേ. ഇപ്പം ചില ബ്രോക്കേഴ്സ് ആ ബ്രോക്കറുടെ ഉദ്ദേശം തന്നെ അതായിരിക്കും, അവരുടെ സ്റ്റാർട്ടിങ് തന്നെ ഉദ്ദേശം തന്നെ അവരതായിരിക്കും. അത് ബ്ലൈൻഡ്ലി ചാടി കൊടുക്കുന്നത് മാത്രമേ. പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ ബ്രോക്കേഴ്സ് ഇല്ല. കാരണം ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നത് കാരണം അങ്ങനത്തെ ഇപ്പോൾ ഫോറക്സ് ദിനം പ്രതി അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഒന്നും കൂടി സ്ട്രിക്ട്ലി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാ സ്കാമും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി അല്ലേ. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ ഇഷ്യൂസ് ഇല്ലേ, ഇപ്പോൾ നമ്മുടെ ട്രേഡ് എക്സ്ചേഞ്ചിലോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് മുന്നേ നിലവിൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നടന്ന ഇഷ്യൂസാണ്. ഇപ്പോഴും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്ചേഞ്ചിലോട്ട് പോകുന്നത്, അവിടെ നിന്നാണ് എല്ലാ കാര്യം നടക്കുന്നതിൽ. ഓക്കെ അല്ലേ? അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ആകാമോ? പറയാം. വേണ്ടിട്ടോ സാറേ, നമുക്കിതൊന്ന് ജസ്റ്റ് അത് അല്ല ആ ബ്രോക്കറിന്റെ കേസാണോ? അത് പഠിക്കണ്ട. അത് വെച്ച് നമുക്ക് ഉണ്ടോ ട്രേഡിംഗ് സെക്ഷനിലൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത് കറൻസി പെയേഴ്സ് എന്ന് പറഞ്ഞല്ലേ. കറൻസി പെയേഴ്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുക. അതിൽ നമ്മൾ വേൾഡിലെ മേജർ കറൻസീസ് ആണ് ഈ കാണുന്നത് 8 എണ്ണം. നമ്മൾ വേൾഡിലെ മേജർ കറൻസീസ് ആണ് 8 കറൻസീസ്. ഫസ്റ്റ് വൺ US ഡോളർ, യൂറോ, ജാപ്പനീസ് യെൻ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ, സ്വിസ് ഫ്രാങ്ക്. ഇതാണ് മേജർ കറൻസീസ് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്
ടൈപ്സ് ഓഫ് കറൻസി പെയേഴ്സ് നമ്മൾ പറഞ്ഞു. ഫോറക്സ് ട്രേഡിംഗ് എപ്പോഴും കറൻസി പെയറിലാണ് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അതിന് തന്നെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് മേജർ, 2 മേജർ പെയേഴ്സ്, ക്രോസ് പെയേഴ്സ്, എക്സോട്ടിക് പെയേഴ്സ്. ഇതാരും കേട്ടിട്ടുണ്ടോ? മേജർ, ക്രോസ്, എക്സോട്ടിക് പെയേഴ്സ് കേട്ടിട്ടുണ്ടോ? ഇത് ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് ഇതിൽ മേജർ പെയേഴ്സ് വരുന്നത്. ഈ കാണുന്ന മേജർ പെയേഴ്സ് വരുന്നത്. ഇതിലെപ്പോഴും ഒരു സൈഡിൽ USD ഉണ്ടാവും, ഒരു സൈഡിൽ എപ്പോഴും USD ഉണ്ടാവും. ഫസ്റ്റ് വൺ EUR USD, NSD USD, USD JPY, AUD USD, GBP USD, USD CHF, USD CAD. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, ഫോറക്സ് ട്രേഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് 3 കാറ്റഗറി ഉള്ളത്. ഒന്ന് മേജർ പെയേഴ്സ്, 2 ക്രോസ് പെയേഴ്സ്, 3 എക്സോട്ടിക് പെയേഴ്സ് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന പെയേഴ്സ് ആണ് ഈ കാണുന്ന മേജർ പെയേഴ്സ് ആണ് 7. ഇപ്പം നാളെ നിങ്ങൾ ആരും ട്രേഡ് ചെയ്യാണ്, നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ 7 പെയേഴ്സിലായിരിക്കും. ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ 7 പെയേഴ്സിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ക്രോസ് പെയേഴ്സിലോട്ട് പോവുക. ഈ ക്രോസ് പെയേഴ്സിലോട്ട് പോവുക. ഓക്കെ അല്ലേ? ഓക്കെ. എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ക്രോസിൽ ഒരിക്കലും USD ഉണ്ടാവില്ല. USD ഉണ്ടാവില്ല. USD ഏത് സൈഡിൽ വന്നാലും അതൊരു മേജർ പെയർ ആയിരിക്കും അത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോഴും ഫസ്റ്റ് എന്തുകൊണ്ട് മേജർ പെയേഴ്സ് ചൂസ് ചെയ്യുന്നു അറിയോ? അല്ലെ, നമ്മളൊരു സ്റ്റേബിളും അതുപോലെ തന്നെ ട്രേഡിംഗ് പറഞ്ഞാൽ നമുക്കറിയാം കച്ചവടം എന്നറിയാം അല്ലെ. അത് USD-യിലേക്ക് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടായിരിക്കും. ജസ്റ്റ് മിനിറ്റ് സാറേ. എന്താന്ന് പറഞ്ഞത്? ഹലോ. USD ഉള്ളതുകൊണ്ട് USD-യിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്താൽ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണോ? അല്ല, അപ്പോൾ അത് ട്രേഡിംഗ് പറഞ്ഞാൽ നമുക്കറിയാം ട്രേഡിംഗ് പറഞ്ഞ കച്ചവടമാണ് അല്ലേ. ചെറിയ വിലയ്ക്ക് മേടിക്കുന്നു, വലിയ വിലയ്ക്ക് വിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് 2 സാധനം ഉണ്ടാവും. ഇപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഫോണിനെ കുറിച്ച് പറയാം. ഒരു സാധാ നോക്കിയ ഫോണും ഒരു ഐഫോണും എടുത്തുമായിരിക്കും. ഇതിൽ ഏതാ പെട്ടെന്ന് മൂവ് ചെയ്യാൻ ചാൻസ് ഏതാണ്? ഐഫോണാണ് അല്ലേ. ഐഫോൺ സംഗതി റേറ്റ് കുറവ് നോക്കിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ബയേഴ്സ് കൂടുതൽ ഏതാണ്? ഐഫോണാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ USD മേജർ പേയേഴ്സിൽ ഇത്രയും മേജർ പേയേഴ്സിൽ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുക ഈ മേജർ പേയേഴ്സിലാണ്. കാരണം ഇതിലാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്. സോ അതുകൊണ്ട് ഇതിലത്തെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഈസി ആയിട്ട് നടക്കും. ഇതിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഒരു USD പറയുമ്പോൾ സ്റ്റേബിൾ കറൻസിയും അതുപോലെ മേജർ പെയേഴ്സും ആയതുകൊണ്ട് തന്നെ ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഫാസ്റ്റ് എക്സിക്യൂഷൻ ആയിരിക്കും. നമുക്ക് മറ്റുള്ള പെയേഴ്സ് പോലെയല്ല, ചിലതിൽ നമുക്ക് വിചാരിച്ച ഓർഡർ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് സ്പ്രെഡ് അതുപോലെ തന്നെ സ്ലിപ്പേജ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം മേജർ പെയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു എൻട്രി കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അവർ ക്രോസ് പെയേഴ്സിലോട്ട് പോകുള്ളൂ. ക്രോസ് പെയേഴ്സ് ഉണ്ട്. ഇത് എത്രയാണ് ക്രോസ് പെയേഴ്സ് വരുന്നത്? ഫസ്റ്റ് വൺ EUR GBP, EUR CHF, EUR CAD, EUR AUD, EUR NSD, EUR JPY. നെക്സ്റ്റ് JPYയുടെ അണ്ടറിൽ വരുന്നത് CHF JPY, AUD JPY, GBP JPY, CAD JPY, NSD JPY. ലാസ്റ്റ് വൺ GBP AUD, GBP CHF, GBP CAD. ഇതൊക്കെ പേഴ്സിൻ്റെ ഒക്കെ ഫുൾ നെയിം അറിയത്തില്ലേ? ചോദിക്കൽ മോശമാണെന്ന് അറിയാം, എന്നാലും അറിയത്തില്ല ഇതൊക്കെ. അറിയില്ല. ഇതിൽ എന്തുകൊണ്ടാണ് ഈ 3 മാത്രം ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്? ബാക്കി നമുക്ക് 7 വെച്ച് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഓക്കെ, ആദ്യം പറഞ്ഞു സാറേ. അപ്പൊ അതിൽ തന്നെ EUR യൂറോ ആണ് വരുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്. GBP പറയുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, AUD ഓസ്ട്രേലിയൻ ഡോളർ, CAD കനാഡിയൻ ഡോളർ, NSD ന്യൂസിലാൻഡ് ഡോളർ, CHF സ്വിസ് ഫ്രാങ്ക്. ഓക്കെ അല്ലേ? സാർ ചോദിച്ചില്ലേ എന്തുകൊണ്ട് വേറെ കുറെ പേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അതിൽ എക്സാമ്പിൾ തരാം. നമ്മൾ 3ാമത്തെ വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എക്സോട്ടിക് പേഴ്സ്. ഓക്കെ, അതിലാണ് ഈ വിഭാഗങ്ങൾ വിടുക. ഇപ്പോൾ ഇത് കണ്ടോ, ഹോങ്കോങ് ഡോളർ, സിംഗപ്പൂർ ഡോളർ, തുർക്കിഷ്, ഇത് കണ്ടോ, ഇത് കണ്ടോ ഇന്ത്യ വിടുതൽ. ഈ എക്സോട്ടിക് പേഴ്സിൽ ഒരു സൈഡിൽ USD ആയിരിക്കും, മറ്റൊരു സൈഡിൽ ക്രോസ് പേഴ്സിലില്ലാത്ത എല്ലാ കൺട്രീസും എക്സോട്ടിക് പേഴ്സാണ്.
ഒരു സൈഡിൽ മേജർ പെയർ ആയ USD ആയിരിക്കും, മറ്റൊരു സൈഡിൽ ക്രോസ് പെയേഴ്സ് ഇല്ലാത്ത എല്ലാ കറൻസീസും എക്സോട്ടിക് പെയേഴ്സിൽ വരും. നമ്മൾ സംസാരിച്ച 8 കറൻസി അല്ലാത്ത വേറെ ഏത് കറൻസിയും USD വന്നാൽ അതൊരു എക്സോട്ടിക് പെയർ ആയി. 8 അല്ല, 8 കാരണം മേജർ പെയർ ആണ് വരുന്നത്. നമ്മൾ ഈ ക്രോസ് പെയേഴ്സ് പറഞ്ഞില്ലേ, ഇത്രയും ക്രോസ് പെയേഴ്സ്, ഇത്രയും ക്രോസ് പെയേഴ്സ് കറൻസിയാണ് മുമ്പ് സംസാരിച്ചിരുന്നത്. USD തൊട്ട് സ്വിസ് വരെ നമ്മൾ നോക്കിയപ്പോൾ 8 കറൻസിയാണ് പറഞ്ഞത്. ആ കറൻസീസ് ഒന്നും ഇല്ല, കണ്ടില്ല ഞാൻ എക്സോട്ടിക് പെയറിൽ വന്നപ്പോ. ഇല്ല, അതില് ഫസ്റ്റ് സാർ ഉദ്ദേശിച്ചതല്ലേ വരുന്നത്, ഈ മേജർ കറൻസീസ് അല്ലേ ഉദ്ദേശിച്ചത് USD. അപ്പൊ ഇതില് ഈ മേജർ കറൻസീസിൽ USD ഉണ്ട് അതില് അല്ലെ, എക്സോട്ടിക് പെയേഴ്സിൽ USD. ഞാൻ പറഞ്ഞതല്ല, അത് ലെഫ്റ്റ് സൈഡ് ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ USD ഉണ്ട് അല്ലെ, USD ഇവിടെ ഉണ്ട്, യൂറോ ഉണ്ട് അല്ലെ, ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്. നമ്മൾ റൈറ്റ് സൈഡ്, അതിന്റെ മറ്റൊരു സൈഡ് കണ്ടോ, ഇതില് ഇപ്പോൾ ഈ കാണുന്ന കറൻസി ഉണ്ടോ, EUR, GBP, CAD, CHF, ഇതിലത്തെ ഏതെങ്കിലും കറൻസി ഇവിടെ ഉണ്ടോ നോക്കിയോക്ക്, ഈ റൈറ്റ് സൈഡിൽ ഉണ്ടോ നോക്കിയോക്ക്. ഇല്ലല്ലോ അല്ലെ, ഇവിടെ SGD ആണ്, TRY ആണ്, SEK ആണ്, NOK ആണ് അല്ലെ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രികളുടെ പേരായിരിക്കും ഇത് ഇവിടെ ഫുള്ള് വരും, സെക്കൻഡ് കറൻസിയിൽ വരിക. സെക്കൻഡ് കറൻസി രണ്ടാമത്തെ കറൻസിയിൽ നമ്മൾ പറഞ്ഞു ഫോറക്സ് ട്രേഡിംഗ് എപ്പോഴും 2 പെയേഴ്സ് കറൻസി പെയേഴ്സ് ആണ് ട്രേഡ് ചെയ്യുക. അതിൽ 2 കറൻസീസ് വരും. അതിൽ ഫസ്റ്റ് കറൻസി എക്സോട്ടിക്കിൽ വരുന്നത് ഫസ്റ്റ് എപ്പോഴും മേജർ പെയേഴ്സ് ആയിരിക്കും വരിക അല്ലെ, ഫസ്റ്റ് കറൻസി എപ്പോഴും മേജർ ആയിരിക്കും. സെക്കൻഡ് കറൻസി എന്ന് പറയുന്നത് എക്സോട്ടിക്കിൽ വരാത്ത എക്സോട്ടിക്കിലല്ല ക്രോസ് പെയേഴ്സിൽ വരാത്ത ബാക്കി എല്ലാ കറൻസീസും എക്സോട്ടിക്കാന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഈ ക്രോസ് പെയേഴ്സിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടോ, ഈ ക്രോസ് പേഴ്സിൽ ഇന്ത്യ ഉണ്ടോ? ഇല്ല. ഇന്ത്യ ഇതിലില്ല, ഇന്ത്യ ഇല്ല, മെക്സിക്കോ ഇല്ല, അതുപോലെ അങ്ങനത്തെ പല കൺട്രികളും ഇതിലില്ല അല്ലേ. അപ്പൊ അതൊക്കെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രികളാണ് എപ്പോഴും എക്സോട്ടിക് പേഴ്സിൽ വരിക. ഇതിലാരും ട്രേഡ് ചെയ്യാറില്ല, ഇതിലാരും ട്രേഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഇൻവെസ്റ്റ്മെന്റ് പിന്നെ നോക്കാറുണ്ട് അതിൽ, എന്നാൽ സിങ് ട്രേഡ് നോക്കാറുണ്ട് അതിൽ, എന്നാലും ട്രേഡ് ചെയ്യാൻ നിൽക്കാറില്ല. ട്രേഡിങ് വെച്ചാൽ കാരണം അതിന്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഭയങ്കര സ്ലോ ആയിരിക്കും. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ USD SGD കാണിക്കുന്ന പ്രൈസ് 100 ആണെങ്കിൽ നമ്മൾ മേടിക്കും, ബൈ കിട്ടും. നമുക്ക് ഒരു ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസ് 105 ആയിരിക്കും, കാരണം ലിക്വിഡിറ്റി കുറവാണ് അല്ലേ. നോക്കിയ ഫോൺ പോലെ, നോക്കിയ ഫോൺ ഇപ്പോൾ സാറ് ഒരു നിങ്ങളാരെങ്കിലും മേടിച്ച് വെച്ചിട്ട് 2000 ഇത് വിൽക്കാൻ 2000 വേണം പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം നോക്കിയ ഫോൺ ഒരു ഷോപ്പിൽ മേടിച്ച് വെച്ചു അല്ലേ, അതിന് ഐഫോണിന് 100 പേര് ബയ്യേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 90 പേര് ബയ്യേഴ്സ് ഉണ്ടെങ്കിൽ നോക്കിയക്ക് 10 പേരുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 10 പേര് പറഞ്ഞ പ്രൈസിലേക്ക് നമുക്ക് വരേണ്ട വരും. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഓർഡർ 100-ൽ നിൽക്കുമ്പോൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 105 കിട്ടുന്നുണ്ടാവും അത്, അല്ലെങ്കിൽ അതിന് താഴ്ന്ന വിലയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, എപ്പോഴും ഈ വിലയ്ക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ഓർഡർ പ്ലേസ് ആവാതിരിക്കൽ ഉണ്ടാവാറുണ്ട്. ഇതിൽ മൊമെന്റ്സ് കുറവായിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ചിലപ്പോൾ നോക്കാം, നമുക്ക് ഇതിൽ USD INR നോക്കാം. ഇതിലോട്ട് നമുക്ക് ലോങ് ടൈം ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റോക്കുകളിൽ നോക്കായിരിക്കും ബെറ്റർ ഉണ്ടാവുക. ഓക്കെ, ഈ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട്? ചാർട്ട് ഇല്ല, ട്രേഡിംഗ് ചാർട്ട് കാണുന്നില്ല ആർക്കും? ഇല്ല. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഇപ്പോഴോ? ഇല്ല. ഇതിലത്തെ ചാർട്ട് ഒന്ന് ജസ്റ്റ് വെറുതെ നോക്കി നോക്ക്. ഇതിൽ ഫുള്ള് ഗ്രീൻ ക്യാനൽ, ഇവിടെ ഫുൾ റെഡ് ക്യാനൽ അല്ലേ. ഇതിന്റെ മൂവ്മെന്റ് കണ്ടോ, ഇവിടെ കണ്ടോ ഫുള്ള് ഒരു സൈഡ് നേരോ പോലെ ക്യാൻഡിൽസ് മാത്രം അല്ലേ. ഇത് ഓക്കെ അല്ല, ഇതൊരു ക്യാൻഡിൽസ് നമുക്ക് ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ക്യാൻഡിൽസ് പറയുമ്പോൾ ഇപ്പോഴും ഒരു പഠിത്താണ്, നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തിട്ട് ട്രേഡ് എടുക്കുക ചെയ്യണം അല്ലേ. അപ്പോൾ അതിനാണ് ഇവിടെ കണ്ടോ ക്യാൻഡിൽസേ ഇല്ല, ഇതിലൊക്കെ കണ്ടോ ഇവിടെ ഒന്നും ക്യാൻഡിൽസ് ഇല്ല, ഈ ഭാഗത്തൊന്നും ഇവിടെ കണ്ടോ ക്യാൻഡിൽസ് ഇല്ല, ഒരു ഡോട്ട് പോലെ അല്ലേ. ഇതിൽ കണ്ടോ ഈ ഒരു ഏരിയ കണ്ടോ? ഈ ക്യാൻഡിൽസിനെ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ഇതാണോ സെല്ലിംഗ് ബൈയിങ് ആണോ? യെസ്, പ്രൈസ് മൂവ്മെന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് USD INR പറയുമ്പോൾ ഏതാ പെയർ വരിക? മേജർ ആണോ, ക്രോസ് ആണോ, എക്സോട്ടിക് ആണോ? USD INR വരുന്നത് എക്സോട്ടിക് ആണ്. ഓക്കെ, ഇത് ഇതേ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ EUR USD ഏതാ പേര് വരുന്നത്? മേജർ ആണോ, ക്രോസ് ആണോ, എക്സോട്ടിക് ആണോ? ക്രോസ് ആണ് അല്ലേ. ഇതിൽ കണ്ടോ, ഇത് 5 മിനിറ്റ്സിന് ചാർട്ട് എടുത്തോ, നല്ല അടിപൊളിയായിട്ട് മൂവ്മെന്റ് ചെയ്തിട്ടില്ലേ അല്ലേ. നമുക്ക് അങ്ങനത്തെ ഡോട്ട് ഇതിൽ കാണാൻ പറ്റില്ല. ഇതിൽ ഫുള്ള് ക്യാൻഡിൽസ് 1 മിനിറ്റിൽ തന്നെ ഇത്രയും നല്ല സ്ട്രെങ്ത്തുള്ള ക്യാൻഡിൽസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അല്ലേ, ഇത് 5 മിനിറ്റ്സ് ആണ്, സോറി, ഉണ്ടോ 1 മിനിറ്റിൽ തന്നെ ഇവിടെ ഉണ്ടോ നല്ല അടിപൊളി ക്യാൻഡിൽസ് കിട്ടിയിട്ടുണ്ട്
അല്ലെ നമ്മൾ നേരത്തെ USD ഇതെല്ലാം കണ്ടിരുന്നോ? USD INR ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇപ്പോൾ ഇവിടെ ഇത്രയും ഹൈ ഡിമാൻഡ് ആയിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന ഒരു സെഗ്മെന്റ് ട്രേഡ് ചെയ്യോ അതോ മോശമായിട്ട് പോകുന്ന സെഗ്മെന്റ് ട്രേഡ് ചെയ്യോ? ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും ഇതാ ട്രേഡ് ചെയ്യാൻ നിൽക്കുള്ളൂ അല്ലേ. ഭാവിയിലേക്ക് മാറ്റം വരില്ല. മാറ്റം വരാം, വന്നേക്കാം. അതിനെ കുറിച്ച് കാരണം വെച്ചാൽ ഇപ്പം ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ മറ്റേ നമ്മളെ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചൊക്കെ കുറെ കാര്യങ്ങൾ യൂറോപ്പായിട്ട്. അത് ശരിയാണ്, പക്ഷെ അതിലേക്ക് വന്നാലും ചേഞ്ച് വരാൻ കുറെ ടൈം എടുക്കും. അത് വന്നാലും കുറെ ടൈം എടുക്കാൻ ചാൻസ് ഹൈ ആണ്. വോളറ്റിലിറ്റി ഉള്ളപ്പോ നമ്മൾ മേടിച്ചിട്ട് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കി എക്സിറ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നേ. അത് ശരിയാണ്, പക്ഷെ ആ മെത്തേഡ് നല്ലതല്ല. അല്ല ആ മെത്തേഡ് നല്ലതല്ല അത്ര. ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടല്ലേ ട്രേഡ് എൻ്റർ ചെയ്യുന്നത്. എന്താ അറിയോ, ഇപ്പൊ സാർ ഉദ്ദേശിച്ചത് ഏതാണ്? ഈ മേജർ പേഴ്സിലാണോ എക്സോട്ടിക്കിലാണോ? അല്ല, വോളിയം ഉള്ള എപ്പോഴും മേജർ പെയർ ആയിരിക്കും. അപ്പൊ നമ്മളൊരു സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് ടാർഗറ്റും ഫിക്സ് ചെയ്തിട്ട് ട്രേഡ് എൻ്റർ ചെയ്യും. അത് കറക്റ്റാണ്. സോറി, ഞാൻ സാർ ഉദ്ദേശിച്ച് എക്സോട്ടിക്കിലാണ് പറഞ്ഞു വിചാരിച്ചു. സോറി, അത് കറക്റ്റാണ്. ഞാൻ വോളിയം ഇല്ലെങ്കിൽ നമ്മൾ എക്സോട്ടിക്കിൽ എൻ്റർ ചെയ്യുന്ന റിസ്ക് അല്ലേ. ഉറപ്പായിട്ടും അതാണ് നമ്മള് അത് ജസ്റ്റ് ഒരു സ്റ്റോക്ക് ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പ്രോഫിറ്റിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിമാൻഡ് ഇല്ലെങ്കിൽ, അത് വേറെ ആൾക്കാർ മേടിക്കാൻ ആരും ഇല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിൽക്കുമ്പോൾ പോലും അത് എക്സിറ്റ് ആവത്തില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിള് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കുറെ സ്റ്റോക്സ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മദർ 5 lakh ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരത്തേക്ക് ഇപ്പോഴും 17,000 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി 2 കൊല്ലമായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 5 lakh 15 രൂപ പ്രോഫിറ്റ് ഉള്ളൂ, 15,000 പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ജസ്റ്റ് ചോദിച്ചാൽ എത്ര പ്രോഫിറ്റ് വെച്ചാൽ 15,000 പ്രോഫിറ്റ് ഉള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ എത്ര കൊല്ലമായി ചോദിച്ചു. അപ്പോൾ ഒരു 2 year കൊണ്ട് ആ 15,000 പ്രോഫിറ്റിനോട് ഒരിക്കലും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോക്ക് മേടിച്ചേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. പുള്ളിക്കാരത്തി വിൽക്കാൻ പറ്റുന്നില്ല. മേടിക്കാൻ ആൾക്കാരില്ല. ഇപ്പൊ ഞാനൊരു സാധനം വിൽക്കണമെങ്കിൽ മേടിക്കാൻ അപ്പുറത്ത് നിങ്ങൾ വേണം, എന്നാലേ വിറ്റ് പോകുള്ളൂ. അതെ, സ്റ്റോക്കിന് പൊട്ടൻഷ്യലി മേടിക്കും ആള് കാണില്ല. അല്ലെങ്കിൽ പിന്നെ അവര് പറയുന്ന പ്രൈസിലോട്ട് നമ്മൾ സെല് ചെയ്യാൻ വില്ലിങ് ആവേണ്ടി വരും. അവര് പറയുന്ന പ്രൈസിലോട്ട് നമ്മൾ സെല് ചെയ്യാൻ വില്ലിങ് ആവേണ്ടി വരും. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഉണ്ട് അത് ഡെയിലി 150, 200, 500 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് അത് വിറ്റ് മൊത്തം ഒഴിവാക്കിയത്. ഒരിക്കലും പെട്ടെന്ന് ഒരുമിച്ച് ഒരു വൺ ടൈം സെൽ അതിൽ പോസിബിൾ അല്ല. ഓക്കെ, ഒരു കൺഫ്യൂഷൻ. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ നമ്മള് ഒരു സൈഡിൽ USD വന്നാൽ മേജർ പെയർ ആയിരുന്നാണ് പറഞ്ഞിരുന്നത്. യൂറോ USD വൺ സൈഡ് USD ഇല്ലേ അവിടെ? ഇതിങ്ങനെ ക്രോസ് ആയത് ഏത് യൂറോ USD-ലോ? ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ചാർട്ട് യൂറോ USD അല്ലേ? അതെ. ഇത് മേജർ ആണോ ക്രോസ് ആണോ? ഇത് മേജർ ആണ്. മേജർ ആണ്. അപ്പൊ ഇടയ്ക്ക് ക്രോസ് എന്ന് പറഞ്ഞിരുന്നത് ക്ലിയർ ആണ്. മേജർ ആണത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എപ്പോൾ 2 പേഴ്സ് ആണത്, 2 പെയറാണ്, 2 കറൻസി ആയിട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ഫോറക്സ് ട്രേഡിംഗിൽ 2 കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു കറൻസി പറയുമ്പോൾ ഫസ്റ്റ് കറൻസി എപ്പോഴും നമ്മൾ ഇത് ബെസ്റ്റ് എക്സാമ്പിൾ GBP USD ആണ്. കറൻസി GBP USD. ഫസ്റ്റ് കറൻസി നമ്മൾ വിളിക്കുന്ന പേര് ബേസ് കറൻസിയും സെക്കൻഡ് കറൻസി കോഡ് കറൻസിയാണ്. ഫസ്റ്റ് കറൻസി എപ്പോഴും ബേസ് കറൻസി എന്ന് വിളിക്കുക നമ്മൾ. അതുപോലെ തന്നെ സെക്കൻഡ് കറൻസി കോഡ് കറൻസിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിലത്തെ പ്രോഫിറ്റ് പറയുമ്പോൾ എത്ര ഉള്ളൂ? നമ്മൾ ഇതിൽ GBP USD പറയുമ്പോൾ ഇതിൽ GBP അല്ല മേടിക്കുന്നത്, USD അല്ല മേടിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ GBP മേടിച്ചു പറയാം, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരു റേഷ്യോ ഉണ്ട്. GBP USD-യുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പോയിന്റ് ആണ് 1.212228. ഇത് നമ്മൾ ഇതിന്റെ ഒരു ചെറിയ അനുബന്ധം എന്ന് പറയും ഇത് രണ്ടിനും. അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ മേടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ബേസ് കറൻസി ആയ GBP അപ്സൈഡോ അല്ലെങ്കിൽ കോഡ് കറൻസി ആയ USD ഡൗണോ വന്നാൽ മതി. നമ്മുടെ പൊസിഷൻ നമ്മൾ മേടിച്ച പെയർ അപ്സൈഡ് മൂവ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പെയർ ഏതാണ്? GBP USD ആണ്. അതിൽ GBP വിളിക്കുന്ന പേര് ബേസ് കറൻസി, USD വിളിക്കുന്ന പേര് കോഡ് കറൻസി അല്ലേ. ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് നോളജ് ആട്ടോ. ഇതിൽ നമുക്ക് ട്രേഡിങ്ങിന് ഇതൊന്നും ആവശ്യം വരില്ല. പക്ഷെ ഒരാൾ ചോദിക്കുമ്പോൾ പറയാം ഇത് ബേസ് കറൻസി ആണ്, കോഡ് കറൻസി ആണെന്ന് പറയാം എപ്പോഴും. അപ്പോൾ നമ്മളിത് മേടിച്ച GBP ബേസും USD കോഡ് കറൻസിയാണ്. ഇത് പ്രോഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ മേടിച്ച GBP ബേസ് കറൻസി ആയ GBP അപ്സൈഡോ അല്ലെങ്കിൽ കോഡ് കറൻസി ആയ USD ഡൗൺ സൈഡോ മൂവ് ചെയ്താൽ മതി. നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ,
പിന്നെ നമുക്ക് ജസ്റ്റ് വരുന്നത് പിപ്സ് പിപ്പറ്റൊക്കെ വരുന്നത്, പിപ്പറ്റ് അതുപോലെ തന്നെ എക്സാമ്പിൾസ് വരുന്നത്. അതൊക്കെ നമുക്ക് പിപ്പും പിപ്പറ്റും ജസ്റ്റ് ഉള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് പേര് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളതല്ലേ, ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിൽ വരുന്നത് സ്റ്റോക്സിൻ്റെ പ്രൈസ് INR കാണിക്കാം അല്ലേ, നമ്മളൊരു ഇത്ര രൂപ കയറി എന്ന് പറയാൻ പറ്റും അല്ലേ. സ്റ്റോക്സ് ഇപ്പോൾ മാരുതി 7000 8,000 എത്തി, 1000 പോയിന്റ്സിന് മൂവ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റും. അതുപോലെ നല്ല നമുക്ക് കറൻസി പെയറുകൾ മൂവ് ചെയ്യുക. ഈ ചാർട്ട് ഓക്കെ അല്ലേ, ചാർട്ടിൽ കണ്ടോ 1.18121 അല്ലേ അല്ലേ. ഇതിൽ നമ്മൾ ജസ്റ്റ് വിളിക്കുന്ന പേര് പിപ്സ് ആൻഡ് പിപ്പറ്റ് എന്ന് പറയുക. എൻ്റെ എക്സാമ്പിൾസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ എങ്ങനെ മെഷർ ചെയ്യുന്നത് പറഞ്ഞുതരാം. അത് നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ട്രേഡ് എടുക്കുക. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. മനസ്സിലായില്ല എന്തിന്റെ? ഇപ്പൊ പിപ്സ് ആൻഡ് പെപ്പറ്റ് എന്ന് പറയില്ല, അതിന്റെ സ്പെല്ലിംഗ് പിപ്പ് പറയുമ്പോ PIP, പിപ്പറ്റ് പറയും PIPETTE. ചാർട്ട് കാണുന്നില്ല, സ്ക്രീൻ PDF കാണുന്നില്ല. PDF കാണുന്നുണ്ട്, അത് എഴുതിയിട്ടുണ്ടോ അവിടെ? അങ്ങനെ അതാ ഇതിൽ എഴുതിയിട്ടുണ്ട്, കണ്ടില്ല. നിങ്ങൾ മൗസ് കാണുന്നില്ല. ഓക്കെ ഇപ്പോഴോ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എനിക്ക് നമ്പർ മാത്രമേ കാണുന്നേ. അല്ല എന്റെ ചാർട്ടാണ് കാണുന്നത്, അതാകുമ്പോ PPT ആണ് കാണുന്നത്. ചാർട്ട് കാണുന്നല്ലേ? ഓക്കെ ഡൺ. ഓക്കെ ഇപ്പൊ ക്ലിയർ അല്ലേ? ഈ ഗ്രീൻ കാണാൻ പിപ്പ്, യെല്ലോ പിപ്പറ്റ്. അപ്പൊ അതെങ്ങനെ മെഷർ ചെയ്യുന്ന പറഞ്ഞുതരാം. അത് USD പേഴ്സിനും വേറെയാണ്, അതുപോലെ തന്നെ JPY കറൻസിക്കും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് പറഞ്ഞുതരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിന്. പിപ്പറ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റിനെ ക്യാച്ച് ചെയ്യുക, മൂവ്മെന്റിനെ മെഷർ ചെയ്യാം. നമുക്ക് അത് INR വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. ഇപ്പൊ 7000 8,000 പോയി, അല്ലെങ്കിൽ 8,000 10,000 പോയി, നമുക്ക് ഈ 2000 പോയിന്റ് മൂവ് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഫോറക്സ് പേഴ്സിൽ അത്രയും വലിയ ഹ്യൂജ് മൊമെന്റ്സ് നടക്കില്ല. ബെസ്റ്റ് അത് ചെറിയ പോയിന്റിൽ മാത്രമേ അപ്സൈഡ് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇത്ര പോയിന്റ് കയറിയാൽ ഇപ്പുറത്തെ സൈഡ് ഇത്ര പോയിന്റ് കയറും. അപ്പൊ അത് ഇത്ര പിപ്പറ്റ് 10 പിപ്പറ്റ് കയറി കഴിഞ്ഞാൽ ഒരു പിപ്പ് മൂവ് ചെയ്യും. അതൊക്കെ എന്ത് സൂചിപ്പിക്കുന്നത്? ചാർട്ടിലുണ്ട്. ഇത് കണ്ടോ, ഇത് ബെസ്റ്റ് എക്സാമ്പിൾ URUSD അല്ലേ. URUSD പിപ്പ് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ, 6 ആണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഇത് എടുക്കാം, ചാർട്ട് കാണിച്ചു തരാം. ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ കണ്ടോ, ഇതില് പിപ്പ് ഏതാണ്? 3ാമത്തെ പോയിന്റാണ് പിപ്പ് വരുന്നത്. ഇതുണ്ടോ പോയിന്റ് കഴിഞ്ഞിട്ട് 4ാമത് കണ്ടോ 1 2 3 1813 കണ്ടോ, ഈ 3ാമത്തെ പിപ്പ് വരുന്നത്. പിപ്പ് വൈകിട്ട് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ 3 5ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ്, നിങ്ങൾക്ക് എടുക്കുന്ന റിസ്കിന് ഇത്ര പ്രോഫിറ്റ് കിട്ടും. അത് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിപ്സും പിപ്പറ്റും നമ്മൾ നോക്കുന്നത് അല്ലേ. നമുക്ക് ട്രേഡിന് മുന്നേ നമുക്ക് അതിന് റിസ്ക് റിവാർഡ് അറിയണം അല്ലേ. നമ്മൾ കച്ചവടത്തിന് മുന്നേ നമുക്കറിയാലോ, ഇത് നഷ്ടം വരികയാണെങ്കിൽ ഇത്ര എമൗണ്ട് ലോസ് വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ ഇത്ര എമൗണ്ടിൽ പ്രോഫിറ്റ് വരും, നമുക്ക് പറയാൻ പറ്റില്ലോ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയാണ്, അതിന്റെ ഒരു കാൽക്കുലേഷന് വേണ്ടി പിപ്സ് ആൻഡ് പിപ്പറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിപ്സ് ആൻഡ് പിപ്പറ്റ് ഓക്കെ. അത് അതിന് അതിന്റെ റൈറ്റ് സൈഡിലെ പ്രൈസ് നമുക്ക് വായിക്കാൻ പറ്റില്ല, ഒരാൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഈ URUSD പ്രൈസ് എത്രയെന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയണ്ട 1.19565 എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ അതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇത്ര പോയിന്റ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പോയിന്റ്സ് നമുക്ക് നമ്മുടെ പൊസിഷനിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും നമുക്കതിൽ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പിപ്സും പിപ്പറ്റും. അത് ബെസ്റ്റ് എക്സാമ്പിൾ ഇതില്ലേ, നമുക്ക് പണ്ടത്തെ കാലത്തെ സൂചിയുള്ള മീറ്ററുള്ള ബൈക്ക് ആരൊക്കെ ഓടിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഓടിച്ചിട്ടുണ്ടാവും അല്ലേ. ബൈക്കുകളിൽ അല്ലെ ഇപ്പോഴാണ് ഡിജിറ്റൽ വന്നിരിക്കുന്നത്. ആ ഡിജിറ്റലില് റെഡ് കാണിക്കുന്നത് പിപ്പറ്റ്സ് അല്ലേ? റെഡ് 1 to 10 ആയാണ് ഇപ്പുറത്ത് 1 കിലോമീറ്റർ ആവും അല്ലേ. അതാണ് പിപ്പറ്റ്. ആ 1 to 10 ആവുന്നതാണ് പിപ്പറ്റ്. ആ ഇപ്പുറത്ത് 1 to 10 ആയി കഴിഞ്ഞാൽ 1 ആവുന്നതാണ് പിപ്പ്. അത്ര വരുന്നുള്ളത്. അപ്പൊ 4ാമത്തെ ഡെസിമൽ പോയിന്റിലുള്ള പിപ്പും 5ാമത്തുള്ളത് പിപ്പറ്റ്. അത് നെക്സ്റ്റ് അത് ഇങ്ങനെ ഇത് ക്യാച്ച് സുഖമാണ്. പക്ഷെ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഇതിന്റെ മേലൊരു ചെറിയ ഒരു പരിപാടി നമുക്ക് പറഞ്ഞുതരാം. അത് ഒരു കാൽക്കുലേറ്റർ ആണ്. നമുക്കൊരു ഫോറക്സ് കാൽക്കുലേറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുക. ജസ്റ്റ് മിനിറ്റ് സാറേ.
9:30 വരെ 11 വരെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞില്ല ഞാൻ പള്ളി പോകും, എന്നെ കിട്ടൂല. ഓക്കെ, പിപ്സും ടിപ്പറ്റും എന്താ മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു ബ്രീഫ് കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്ലാസ് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾസ് ആണ്. അത് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചാർട്ടൊക്കെ എടുത്ത് നോക്കിയിട്ട് മാത്രമേ ക്ലിയർ ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് ഇതൊക്കെ ട്രേഡ് സെക്ഷൻസിൽ പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്ര ടോപ്പിക് ഇത്ര വരുന്നുള്ളൂ. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഒന്ന് ഓക്കെ. ഹലോ, ക്ലിയർ അല്ലേ? സെറിൽ സാർ, എന്താണ് അവസ്ഥ? എന്ത് ചെറിയ ബ്രീഫ് കിട്ടിയോ? നെക്സ്റ്റ് ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയി വരിക കേട്ടോ. എൻ്റെ ഫേസ് ക്ലിയർ അല്ലല്ലേ? സോറി, ഞാൻ ഡെയിലി നിൽക്കുന്ന സ്ഥലത്തല്ല എന്ന് ക്ലാസ് എടുത്ത് വേറെ സ്പേസിൽ എടുത്തതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. നമ്മുടെ ഇന്റൻഷൻ ഡൗട്ട് ക്ലിയറൻസ് ആണ് ഇവിടെ ഇന്റൻഷൻ. അല്ല, ഇതിലിപ്പോ മെയിൻ ഡൗട്ട്സ് വരാൻ ചാൻസ് കുറഞ്ഞാൽ ചോദിച്ചു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ക്രോസിലാണ് ഒരു കുറച്ച് ഡൗട്ട് ഉണ്ടാകുന്നത്. കാരണം ക്രോസിൽ നമുക്ക് മൊത്തം 7 കറൻസീസ് ഉണ്ട്. നമ്മൾ മൊത്തം 8 കറൻസിയാണ് മെയിൻ കറൻസീസ് ആയിട്ട് പറഞ്ഞിരുന്നത്. അതെ അതെ. പക്ഷെ ആ 7ന്റെ എല്ലാ കോമ്പിനേഷനിലും ആ ക്രോസിൽ വന്നിട്ടില്ല. ജസ്റ്റ് കുറച്ചിട്ടതാണോ അതോ ഏത് കോമ്പിനേഷൻ വന്നാലും ക്രോസ് വരുമോ? അതെന്താ പറയുക, അത് കുറച്ചിട്ടതാണ്. കാരണം വെച്ചാൽ അതിൽ ഈ ക്രോസ് പേഴ്സിൽ തന്നെ ലിക്വിഡിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ക്രോസ് പേഴ്സ് 8 ഉണ്ട് അല്ലേ? ക്രോസ് പേഴ്സ് 8 അല്ല, ക്രോസ് പേഴ്സ് 10-22 നമുക്ക് കോമ്പിനേഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അധികം വരുന്നുണ്ട്. ഇതിലത്തെ ഏറ്റവും ബെസ്റ്റ് മാത്രം ട്രേഡ് ചെയ്യാൻ ചൂസ് ചെയ്യുള്ളൂ അല്ലേ? നമ്മൾ ഫസ്റ്റ് മേജറാണ് ചൂസ് ചെയ്യുക ട്രേഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്രോസിലോട്ട് വരുമ്പോൾ അതിലത്തെ ബെസ്റ്റ് മാത്രം ട്രേഡ് ചെയ്യാൻ ചൂസ് ചെയ്യുള്ളൂ. അത് മൊത്തം എത്രയാണ്? 20? അത് 21 അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും അതിലും ട്രേഡ് നിൽക്കാറുള്ളത്. ഞാൻ ജസ്റ്റ് മേജർ പേഴ്സിൽ നോക്കും, അല്ലെങ്കിൽ ഞാൻ ക്രിപ്റ്റോ ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്ത് നിൽക്കും. എനിക്ക് വൈഡായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തില്ലത്. ക്രിപ്റ്റോക്ക് വേറൊരു പ്രശ്നം പറഞ്ഞില്ലേ? ആ പൈസ നമുക്ക്, അതായത് ക്രിപ്റ്റോ മണി നമുക്ക് പിന്നെ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലേ? അതായത് നമുക്ക് പിന്നെ സാധാരണ ക്യാഷ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റാത്ത പ്രശ്നമില്ല ഇപ്പോഴോ? കാരണം അങ്ങനെ ഞാൻ ന്യൂസ് കേട്ടു, അത് ഒരു വിഷയമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പത്തെ നിലവിലത്തെ കണ്ടീഷൻ പറയുമ്പോൾ ചില ബ്രോക്കേഴ്സില്, ഇന്ത്യയിലല്ല, പൊതുവെ മാർക്കറ്റിൽ മൊത്തം, യൂറോപ്പിൽ മൊത്തമുള്ള മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ടല്ലോ. അതിന് മേ ബി ഇതായിരിക്കും, അവര് നല്ല ഹൈ പ്രൈസിൽ 125 അടിച്ചാണ് ബിറ്റ് കോയിൻ അല്ലേ? അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ ഇപ്പൊ നിൽക്കുന്നത് 65 നിൽക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നിന്ന് അതെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോ ഇട്ട എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും. കാരണം ലോസിൽ കൊടുക്കാൻ വില്ലിങ് ആവില്ല. അതല്ലാതെ തന്നെ നമ്മളിപ്പോ ലോസ് അല്ലെങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ട്, അത് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയിലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് വഴി നമുക്ക് ഡോളറായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇഷ്യൂസ് ഇല്ല. ഇന്ത്യയിൽ ഈ IN നമുക്ക് ഒരു ഡോളർ നമ്മൾ വിഡ്രോൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ആയിട്ട് ഇന്ത്യൻ മണി നമ്മുടെ അക്കൗണ്ടിൽ കയറും. അങ്ങനെ ഉണ്ടാവാറ്. പക്ഷെ ഇപ്പം അടുത്ത് ചില കുറേ ഇഷ്യൂസ് കാരണം അത് ഇന്ത്യൻ മണിയായിട്ട് കയറാനുള്ള ഓപ്ഷൻസ് അവർ റിജക്ട് ചെയ്തിരിക്കുകയാണ്. പകരം നമുക്ക് ട്രസ്റ്റ് വാലറ്റിക്ക് അത് USD ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബിനാൻസിന്ന് P2P സെല് ചെയ്യാൻ പറ്റും. ബിനാൻസിന്ന് USD വേറെ ആൾക്ക് സെല് ചെയ്തുകൊണ്ട് ഒരു 1-2 മാസം മുമ്പ് ഒരാൾ പറഞ്ഞു കേട്ടോ, എനിക്ക് കൃത്യമായിട്ടുള്ള ഞാൻ പിന്നെ ചോദിക്കാൻ പോയിട്ടില്ല. ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവ് സാറേ. അത് എങ്ങനെ കിട്ടും? അത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്, വിഡ്രോ ചെയ്യാൻ കഴിയില്ല. കിടക്കുന്ന പൈസ പ്ലാറ്റ്ഫോം ഏതാ ചോദിക്കുന്നത്? പ്ലാറ്റ്ഫോം ഏതാ ചോദിക്കുന്നത് അറിയോ? ഒരുപാട് പേരുണ്ട് ചെറിയ ബ്രോക്കറേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മണ്ട ബ്രോക്കർ പോയി ചൂസ് ചെയ്യും. ഏറ്റവും വെറും റബ്ബിഷ് ആയിട്ടുള്ള പോയി ബ്രോക്കർ ചൂസ് ചെയ്യും. ബ്രോക്കർ അത് ഫോറക്സിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ പ്രത്യേകിച്ച് ഒരു ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പൂട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. കൊച്ചിയിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അങ്ങനെ കൊച്ചിയിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരുടെ ഉദ്ദേശം എയിം തന്നെ ആ പൂട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ട്രേഡ് ചെയ്തിട്ട് വലിയ ലോസ് വരുത്തിയ ആൾക്കാർ ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മെയിൻ ഉദ്ദേശം എന്താ? അവർ വലിയൊരു സാറ് ഇപ്പോൾ ഒരു $5,000 ആഡ് ചെയ്തു, സാർ അതിൽ $5,000 ആഡ് ചെയ്തു, അപ്പോൾ തന്നെ $10,000 ആയി അല്ലേ? അവർക്ക് നല്ല എമൗണ്ട് കിട്ടി, അവർ പൂട്ടി പോകും. സാറിന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പുള്ളിക്കാരൻ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എത്തുന്ന ആദ്യം അറിയണം. നമുക്ക് പുറത്തൊക്കെ IC മാർക്കറ്റ്സ് ഉണ്ട്, അതിന് ഒരുപാട് നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എത്ര കാലങ്ങളുടെ റിപ്പോർട്ട് എടുത്താണ് ഞാൻ പറയാൻ കാരണം. ഞാൻ ഈ ബിറ്റ്കോയിന്റെ കേസ് ഞാൻ കേട്ടോ, വേറെ ഒന്നുമല്ല, ബിറ്റ്കോയിന്റെ കേസിലാണ് ഞാൻ കേട്ടത്. ബിറ്റ്കോയിന്റെ കേസില്ല. ഓക്കെ ഓക്കെ.
വേറെ സോബിൻ സാർ ഉണ്ടായിരുന്നു, ജിനുമോൻ ജോസഫ് അല്ലേ? സാറ് ക്ലാസ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കയറിയതേ. ലേറ്റ് ആയി പോയില്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് അതിന്റെ റെക്കോർഡ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഒരു ദിവസം ഇരിക്കാം, കുഴപ്പമില്ല കേട്ടോ. എനിക്കൊരു ഡൗട്ടുള്ള, നമ്മൾ ഫോറക്സ് മാർക്കറ്റ് കറൻസീസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അതോ ഇതിന്റെ കമ്മോഡിറ്റീസ് ഒക്കെ കമ്മോഡിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നവരുടെ? ഇല്ല, ഫോറക്സ് ആണ്, ഫോറക്സ് പേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോറക്സ് പേഴ്സ് മാത്രമേ അല്ലേ? അതെ അതെ. ബാക്കി എന്തെങ്കിലും അപ്ഡേഷൻ്റെ അതിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും കമ്മോഡിറ്റി അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം നോക്കിയിട്ട്. ഞാൻ ഒരു കുറച്ച് ലേറ്റ് ആയിട്ട് കയറി. ഞാൻ ആ കൃഷ്ണകുമാറിന്റെ എന്തോ ഒരു കാര്യം പറഞ്ഞു, അവിടെ വന്നപ്പോഴാണ് കയറിയത്. അപ്പൊ അതിന് മുമ്പ് പറഞ്ഞ ക്ലാസ്സുകളൊന്നും അതിന് കേട്ടില്ലായിരുന്നേ. ഓക്കെ, കുഴപ്പമില്ല സാർ, നമുക്ക് ക്ലിയർ ആക്കാം, സീനില്ല. നെക്സ്റ്റ് സീത മാം. സീത മാം ജസ്റ്റ് ക്ലാസ് എങ്ങനെ കേട്ടിരുന്നോ? ഹലോ, സോറി, ഞാൻ വർക്കിൽ നിന്ന് വന്നോണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോണ്ടിരുന്നത്, അതുകൊണ്ടാണ്. ഞാൻ UK സംസാരിക്കുന്നത്. സോറി കേട്ടോ. ഓക്കെ, കുറെയൊക്കെ ഇങ്ങനെ വിട്ടു പോവായിരുന്നു. അപ്പൊ റെക്കോർഡഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അതെ അതെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാറിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്പർ ഉണ്ടാവും, ഞാൻ ജസ്റ്റ് അവിടെ ഓഫീസിൽ നിന്ന് നമ്പർ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനി ഡൗട്ട്സ് നിങ്ങൾക്ക് ആഴ്ചയിൽ എത്ര ഒരു ക്ലാസ് ആണോ ഉള്ളത്? ഇല്ല, 3 ക്ലാസ് ആയിരിക്കും മേ ബി. അതെനിക്ക് ക്ലാസ് എത്ര ദിവസം എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ അത് നമുക്ക് ഓഫീസിൽ നിന്ന് മെയിൻ ഗ്രൂപ്പിൽ അറിയിക്കും അവർ. ഞങ്ങളൊന്ന് ജോയിൻ ചെയ്തപ്പോ ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി എല്ലാവർക്കും ഒരു മെന്റർ കിട്ടുന്നു പറഞ്ഞു. സാറായിരിക്കും ഞങ്ങളുടെ മെന്റർ? ഞാനായിരിക്കും. നിങ്ങൾക്ക് പേടിക്കണം, ഒരു എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓക്കെ ടൈമിൽ മെസ്സേജ് അയച്ചോ. ഞാൻ ഓൺലൈൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി എനിക്ക്. ഞാൻ എന്തായാലും ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിത് കറക്റ്റ് ഞാൻ ഫോൺ ഇപ്പോൾ ചെക്ക് ചെയ്യും. പിന്നെ ഇത് മെയിൻ ഫോണാണ്, അപ്പോൾ ട്രേഡ്സിൻ്റെ ഇപ്പോൾ എപ്പോഴും സെക്കൻഡറി ഫോണേ യൂസ് ചെയ്യാറ്. എന്നാലും ഞാൻ ഈ ഫോണിൽ റിപ്ലൈ തരും നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ടും. എന്തായാലും നിങ്ങൾ പറഞ്ഞോളൂ. ഈ ടൈം സോൺ ഇച്ചിരി സ്ട്രഗിൾ ആണ്. ഈ 4 ഞങ്ങളുടെ ഇവിടെ UK 4:30 ആണ് ടൈം. അപ്പൊ ജോലി കഴിഞ്ഞ് വരണ ഈ സമയമാവുമ്പോഴേ, അതുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് മാം, ഞാൻ ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ ടീച്ചിങ് പാഷൻ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ പാഷനാണ്, വേറെ കാര്യം ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾ എന്ത് റിലേറ്റഡ് ഡൗട്ട് ചോദിച്ചോ, എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ അത് റെഫറൻസ് എടുത്ത് ഷുവറായിട്ട് തീർത്ത് തരും. അത് സോൾവ് ചെയ്യും എന്തായാലും ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെയിൻ ഡൗട്ട് വരുന്നതല്ല. ഇത് നിങ്ങൾ ഇപ്പോഴും ഈ ബേസിക്സ് പറയുമ്പോൾ എപ്പോഴും ഒരു നോളജ് അറിഞ്ഞിരിക്കേണ്ട നോളജ് മാത്രമാണ്. ചാർട്ടിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എവറി ഡേ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചാർട്ട് എടുത്താൽ ഡൗട്ട് വരും. സോ വേറെ ആരും ഡൗട്ട് ചോദിക്കണ്ട. ഡൗട്ട് ചോദിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും ഉറപ്പാണ്. ഞങ്ങൾക്ക് മുന്നത്തെ ബാച്ചിലൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതിൽ ഞാനും ബ്ലെയിം ചെയ്ത് പറയുന്നില്ല. ഒരു 3 ലേഡീസ് ഉണ്ട്, അടിപൊളി ട്രേഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരും ട്രേഡ് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. അത് ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡൗട്ട്സ് ചോദിക്കുന്നില്ല. പക്ഷേ ഇവർ നമ്മൾ കറക്റ്റ് നമ്മൾ പറയില്ലേ, എന്നിലൂടെ നിന്നെ കാണുന്നു പറയില്ലേ, അതുപോലെ നമ്മുടെ അതേ അനാലിസിസ് അവർ ചെയ്യുന്നതാണ്. 3 ലേഡീസ് കേട്ടോ, എടുത്തു പറയാമല്ലോ, ലേഡീസാണ് അവർ. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് ബേസിൽ ഇങ്ങനെ പറയുന്നത്, പുതിയ ലേഡീസ് ആണ് ഒന്നും കൂടിയും കറക്റ്റായിട്ട് റിസ്ക് മാനേജ്മെന്റ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ബോയ്സ് അല്ലെങ്കിൽ മെൻസ് കുറവാന്ന് പറയുന്നത്. നമുക്ക് വേറെ സാധനം ഉണ്ടല്ലോ സാറേ, റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയാണ് അല്ലേ? ഞാനാരും ഫ്രണ്ട്ലിയായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് കാലത്ത് തന്നെയായിരുന്നു. ഞാനൊക്കെ അത് ഇപ്പം പറയാൻ പറ്റുന്ന അറിയില്ല, ഞാനൊക്കെ വലിയൊരു ഒറ്റ സിംഗിൾ ട്രേഡിൽ ലോസ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലിട്ട് എപ്പോഴും അതാണ് എപ്പോഴും പറയാൻ കാരണം, സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ചെറിയ എമൗണ്ട് വെച്ച് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിലും നമ്മൾ ബോയ്സ് ആണെങ്കിൽ ഒരു മെൻസ് എപ്പോഴും ഒരു റിസ്ക് എടുക്കാൻ വില്ലിങ്ങായിട്ട് ആൾക്കാരാണ്. പക്ഷേ ലേഡീസ് അങ്ങനെയല്ല, അവരെപ്പോഴും അവർക്ക് ചെറിയ എമൗണ്ട് കണ്ടാൽ തന്നെ ലോസ് വരും. അപ്പോൾ അവർ അതിനെന്തായാലും പഠിത്തത്തിനേക്കാൾ കൂടുതൽ അവർ പഠിച്ചതിനേക്കാൾ കൂടുതൽ എന്തായാലും റിസ്ക് എടുക്കാൻ നിൽക്കില്ല അവർ. അതുകൊണ്ട് പുതിയ റിപ്പോർട്ട് പ്രകാരം അവരാണ് നല്ല ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു BT ഉണ്ടല്ലേ സാറേ? റിസ്ക് എടുക്കണം അങ്ങനെയല്ല, നമുക്ക് ട്രേഡിങ്ങിൽ റിസ്ക് ഉണ്ട്, കച്ചവടത്തിൽ റിസ്ക് ഉണ്ടല്ലേ. ആ മിനിമം റിസ്ക്, ആ എടുക്കേണ്ട റിസ്ക് എടുക്കുക. ചിലവരുണ്ടേ ഒരു $100 ലോസ് അടിച്ചുമായിരിക്കും. ഈ $100 കൊടുക്കാൻ വില്ലിങ് ആവാതെ അവരെടുത്ത് ഹോൾഡ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും, 100 ഇപ്പുറത്ത് 0 കൂടിക്കൊണ്ടിരിക്കും. ഷുവറാണത്. കാരണം എന്താ അറിയോ, ഈ $100 നമ്മുടെ പ്ലാനിങ്ങിലുള്ള ലോസാണ്, പ്ലാനിങ്ങിലുള്ള ലോസാണത് അല്ലേ. ഈ 100ന് മേലേക്ക് 101 ആയിരിക്കും, അതിന് പ്ലാനില്ല. അത് നമുക്ക് കച്ചവടമായി, ഗാംബ്ലിങ് പോലെ. കാരണം നമ്മൾ 100 കൊടുക്കാൻ വില്ലിങ് ആവാത്ത ഒരാൾ ചെയ്യുന്നത്, അത് പിന്നെ 101 അത് ഇനി $1000 ആയാലും അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നവരെ ഹോൾഡ് ചെയ്ത്. അതാണ് എപ്പോഴും പറയാറ്. ഞാൻ എല്ലായിടത്തും പറയാം, നിങ്ങൾ എന്ത് മണ്ടൻ ട്രേഡ് എടുത്താൽ പോലും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇറങ്ങി പോരുക. അതിന് ഇത്രേ ഉള്ളൂ. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു $1 കോയിൻ ടോസ് ചെയ്തുമായിരിക്കും, 10 തൊട്ട് ഹെഡ് വീഴുമോ? 10 തൊട്ട് ഹെഡ് വീഴുമോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? 6 തൊട്ട് ഹെഡ് വീണോട്ടെ, 4 തൊട്ട് ടൈല് വീഴില്ലേ?
ആ 4 വട്ടം പ്രോഫിറ്റ് ആയാൽ മതി, നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്കബിളിൽ നിൽക്കാൻ പറ്റും, പ്രോഫിറ്റോ നോ ലോസ് നോ പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റും, ഷുവറായിട്ട് നിൽക്കാൻ പറ്റുന്നത്. അതാണ് ഒരു ട്രേഡിൽ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്യാതെ ഡിപ്ലോമ ചെയ്ത് വെച്ചാൽ പാർഷ്യലായിട്ട് ഒരു 10 ട്രേഡ്സ് റിസ്ക് ചെയ്താൽ നമുക്ക് എന്തായാലും ഇതിൽ വിൻ ചെയ്യാൻ പറ്റും. സാധാരണ ആൾക്കാർ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഒറ്റ ട്രേഡിൽ തന്നെ വലിയ എമൗണ്ട് ആഡ് ചെയ്യും, അതിൽ ലോസ് വന്നായിരിക്കും, അതിലേക്ക് തന്നെ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കച്ചവടം ഒരു ട്രേഡിൽ ലോസ് വന്നാൽ അതിലേക്ക് വീണ്ടും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യുന്ന വമ്പം മണ്ടത്തരാണ്. കാരണം അങ്ങനെ ട്രേഡ്സ് സെക്ഷൻസ് ആകുമ്പോൾ സൈക്കോളജിൻ്റെ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്, അതിൽ കറക്റ്റ് പറയുന്നുണ്ട് അതൊക്കെ. സെറിൽ സാർ ഓക്കെ അല്ലേ? പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെമോ പോലെ, എന്താ പറഞ്ഞ ഡെമോ പോലെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ചാർട്ട് ആൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഞാൻ അതിന്റെ ഡെമോ ചെയ്യുന്ന പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തരാം. അതിൽ ഞങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണിച്ചു ചെയ്യാല്. ഓക്കെ അല്ലേ? നമുക്ക് PDF ഷെയർ ചെയ്ത് തരുമോ? ഓഫീസിൽ നിന്ന് ഷെയർ ചെയ്യട്ടോ ഈ ബാച്ചിലർ ക്ലാസ്. ഓക്കെ അല്ലേ സാറേ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണ്, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ജേക്കബ് സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നോ? ജസ്റ്റിൻ ബ്രോയും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് മുതൽ ഉണ്ടായിരുന്നോ ക്ലാസ്സിന്? ഓക്കെ. ജസ്റ്റിൻ സാറോ? ഇല്ല, ഞാൻ പകുതി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് കയറിയ. 20 മിനിറ്റ്സ് കഴിഞ്ഞില്ലേ? ഓക്കെ. നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഗ്രൂപ്പിൽ ഡൗട്ട്സ് വരും അല്ലെങ്കിൽ റെക്കോർഡ് സെക്ഷൻസ് വരും, ജസ്റ്റ് വെറുതെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, ജസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നമുക്കത് റെക്കോർഡ് സെക്ഷൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യുമോ അതോ നമുക്ക് ഇങ്ങോട്ട് അയക്കുമോ? അതോ ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും. ഇപ്പൊ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ അപ്ലോഡ് ചെയ്യാം. ഓക്കെ 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 അല്ലേ? ഇതേ ടൈമിലാണോ അതോ പല ടൈമിലാണോ ക്ലാസ്? ഇതേ ടൈമിൽ ആയിരിക്കും മേ ബി സാറേ. അടിപൊളി. ഓക്കെ ജസ്റ്റ് മൈൻഡ് ചെയ്യട്ടെ എന്നാ. താങ്ക് യു. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക്സ് സാർ. യെസ് താങ്ക് യു. ഓക്കെ.